ഗുഡ് ഈവനിങ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ സം ബേസിക് കൺസെപ്റ്റിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഏരിയാസ് എടുത്തു. എംപിരിക്കൽ ഫോർമുല, സ്റ്റോഷിയോമെട്രി, മോൾ കൺസെപ്റ്റ് അല്ലെ. ഓക്കെ, അപ്പോൾ ആ കഴിഞ്ഞ പ്രീവിയസ് ക്ലാസ്സിൽ കൺസെപ്റ്റ് ഒന്ന് ബ്രഷപ്പ് ചെയ്തിട്ട് ഇന്നത്തെ തുടങ്ങാം കേട്ടോ. ഓക്കെ, ഇന്ന് നമ്മൾ റിവിഷൻ തന്നെയാണ് കേട്ടോ. ഇതിൽ ഇനി കുറച്ച് പോർഷൻ കൂടി നമുക്ക് എടുക്കാനുള്ളൂ. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിന് ജസ്റ്റ് ഒന്ന് പറയാം, എന്നിട്ട് നമുക്ക് തുടങ്ങാം. മോൾ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മൈൻഡിലേക്ക് വരേണ്ടത് ഇതൊരു നമ്പർ ആണ്. ആ നമ്പർ എത്രയായിരുന്നു എന്ന് പറഞ്ഞ ഒരുമിച്ച് 6.022 into 10⁻23 അല്ലെ. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അവഗാഡ്രോ നമ്പർ അല്ലെ. ഓക്കെ, ആ നമ്പർ. ദെൻ സെക്കൻഡ് നമ്മൾ പറഞ്ഞു മോളും മാസും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. മോൾ ഈക്വൽ ടു എന്തായിരുന്നു? മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ്. ആറ്റം ആണെങ്കിൽ എന്ത് പറയണം? ആറ്റമിക് മാസ് അല്ലെ. ആറ്റം ആണെങ്കിൽ ആറ്റമിക് മാസ്. ദെൻ നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്താണ് നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു നമ്മൾ പറഞ്ഞ എന്തായിരുന്നു? നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഡിവൈഡഡ് ബൈ എന്തായിരുന്നു? അവഗാഡ്രോ നമ്പർ അല്ലെ. 6.022 into 10⁻23. ഇതെല്ലാം ഇപ്പൊ ചോദിക്കൂട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വേറൊരു കാര്യം പറഞ്ഞു. മോൾ ഈക്വൽ ടു എന്തായിരുന്നു? വോളിയം ഡിവൈഡഡ് ബൈ എത്രയായിരുന്നു വാല്യൂ? 22.4 ലിറ്റർ. വോളിയം ഡിവൈഡ് ബൈ 22.4 ലിറ്റർ. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ മെയിൻ ആയിട്ട് എടുത്ത് സ്റ്റോഷിയോമെട്രി ആണ്. കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് എംപിരിക്കൽ ഫോർമുല ആൻഡ് മോളിക്കുലർ ഫോർമുല റിലേഷൻഷിപ്പ് ചോദിച്ചു. വൈകി വന്ന എല്ലാവരോടും ആദ്യം ചോദിക്കും കേട്ടോ. ഓക്കെ, അതുകൊണ്ട് മോളിക്കുലർ ഫോർമുലയുടെ ഡെഫിനിഷൻ പറയണം. എക്സാക്ട് നമ്പർ ഓഫ് ആറ്റം അല്ലെ. ഓക്കെ, എക്സാക്ട് നമ്പർ ഓഫ് ആറ്റം പ്രസന്റ് ഇൻ എ കോമ്പൗണ്ട് കേട്ടോ. വൈകി വന്നാലും പഠിച്ചിട്ട് വന്നിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, ദെൻ അടുത്ത ആള് എംപിരിക്കൽ ഫോർമുലയുടെ ഡെഫിനിഷൻ. ഒറ്റ വേർഡാണ്, അതിൽ കീവേഡ് പഠിക്കാൻ പറഞ്ഞു നമ്മൾ. സിംപ്ലസ്റ്റ് വോൾ നമ്പർ റേഷ്യോ ഉണ്ടോ. ഓക്കെ, ഫാസ്റ്റ് ആയിട്ട് വന്നപ്പോ അല്ലെ, രണ്ടു തവണ പോയി, അത്രേ ഉള്ളൂ. എന്ന് പറഞ്ഞേ സിംപ്ലസ്റ്റ് വോൾ നമ്പർ റേഷ്യോ. നമ്മൾ ഗ്ലൂക്കോസിന്റെ ഒക്കെ എക്സാമ്പിൾ ഒക്കെ പറഞ്ഞു അല്ലെ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എംപിരിക്കൽ ഫോർമുല ആൻഡ് മോളിക്കുലർ ഫോർമുല. അവിടെ ഒരു റിലേഷൻഷിപ്പ് എഴുതിയ സമയത്ത് നമ്മൾ എഴുതി മോളിക്കുലർ ഫോർമുല ഈക്വൽ ടു ഡാഷ് ഇൻറ്റു എംപിരിക്കൽ ഫോർമുല. എന്തായിരുന്നു? ഈക്വൽ ടു ഡാഷ് ഇൻറ്റു എംപിരിക്കൽ ഫോർമുല. n ഇൻറ്റു എംപിരിക്കൽ ഫോർമുല അല്ലെ. ഓക്കെ, ദെൻ അതിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്തു. ഇത്രയാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ സ്റ്റോഷിയോമെട്രി ആയിട്ട് റിലേറ്റ് ചെയ്ത ഏരിയാസ് ഒക്കെ നമ്മൾ ചെയ്തത് കേട്ടോ. ഓക്കെ, ഇന്ന് നമുക്ക് ഈ ചാപ്റ്ററിലെ ഏറ്റവും ലാസ്റ്റ് ടോപ്പിക്കിലേക്കാണ് മൂവ് ചെയ്യുന്നത്. എന്നിട്ട് അതിന്റെ റിവിഷൻ ആണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. ഇന്ന് നമ്മൾ മെയിൻ ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ടേംസുകളാണ് വരുന്നത്. അതിൽ ഫസ്റ്റ് നിങ്ങൾ എഴുതി വെക്കാം, മൊളാരിറ്റി. ഒന്ന് എഴുതിക്കോ കേട്ടോ, ഹെഡിങ് എഴുതി വെച്ചോ. മൊളാരിറ്റി, RITY, മൊളാരിറ്റി. മൊളാരിറ്റി മൊളാരിറ്റി കേട്ടോ, ഓർത്ത് നോക്കാം. ഫസ്റ്റ് ടേമുകളാണെന്ന് മൊളാരിറ്റി. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആളാണ് ആദ്യം എഴുതുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് മാസ് പെർസെന്റേജ്, വോളിയം പെർസെന്റേജ് ഒക്കെ എഴുതാം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ആദ്യം വരട്ടെ എന്ന് എഴുതിയിട്ടാണ് അല്ലെ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എഴുതി നോക്കാം മൊളാരിറ്റി. ഹെഡിങ് ആയിട്ട് എഴുതണം കേട്ടോ. മൊളാരിറ്റി ഡെഫിനിഷൻ എഴുതി വെച്ചോ കേട്ടോ. മൊളാരിറ്റിയുടെ ഇറ്റ് ഈസ് ദി molarity. It is defined as the definition ആയിട്ട് എഴുതാ. It is defined as the number of moles of. It is defined as the number of moles of the solute in 1 liter. It is defined as the number of moles of the solute in 1 liter. It is defined as the number of moles of the solute in 1 liter of the solution. 1 liter of the solution. 1 liter of the solution. Then അവിടെ അതിന്റെ ഇക്വേഷൻ എഴുതണം. മൊളാരിറ്റിയുടെ ഇക്വേഷൻ എവിടെ എഴുതിയുണ്ട് നോക്കുക, ബോർഡിൽ വേഗം എഴുതാം കേട്ടോ. ഓക്കെ, മൊളാരിറ്റി ഈക്വൽ ടു ക്യാപിറ്റൽ M ആണ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സോല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. Volume of solution in liter. Volume of solution in liter. In liter. Then ഇവിടെ ഒരു റെഡിമെയ്ഡ് ഇക്വേഷൻ ഉണ്ട് കേട്ടോ. ഓക്കെ, അതും കൂടി എഴുതണം. ക്യാപിറ്റൽ M ആണ് ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. റെഡിമെയ്ഡ് ഇക്വേഷൻ കേട്ടോ. ഓക്കെ, ഇവിടെ നോക്കിയേ, M ഈക്വൽ ടു ഓർ ആണ്, ഇത് രണ്ട് സെയിം ആണ്. ഓർ W2 ഡിവൈഡഡ് ബൈ M2 into 1000 by V
into 1000 by v. ഇത് ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല, പക്ഷെ നിങ്ങൾ എഴുതണം. എന്തുകൊണ്ട്? 12th ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേര് സൊല്യൂഷൻ ആണ്. അവിടെ ഈ മൊളാരിറ്റി എഴുതും, എന്നിട്ട് ഈ ഇക്വേഷൻ കൂടി പഠിപ്പിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഈ ഇക്വേഷൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ 12th ഈ സെയിം ഹെഡിങ് തന്നെ വരും. ഈ ഇക്വേഷൻ ഉണ്ടെങ്കിൽ വേഗം നമുക്ക് കണ്ടെത്താൻ പറ്റും. ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിൽ ക്വസ്റ്റ്യൻ ചെയ്യണ്ടേ നമുക്ക്? അത് ചോദിക്കുമ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ചെയ്യാം കേട്ടോ. ഓക്കെ, W2 by M2 into 1000 by V. ഇനി W2 എന്താന്ന് എഴുതാം. W2 വേറെ ഒന്നുമില്ല, നമ്മൾ മോൾ എഴുതിയില്ലേ, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടിൽ. അവിടെ നമ്മൾ എഴുതിയ എന്താ? മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ്. ആ W2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മാസ് ആണ് കേട്ടോ. മാസ് ഓഫ് സൊല്യൂട്ട്. W2 മാസ് ഓഫ് സൊല്യൂട്ട് ഒന്ന് എഴുതണം കേട്ടോ. മാസ് ഓഫ് സൊല്യൂട്ട്. Then M2 എന്ന് പറയുമ്പോ അവിടെ ആറ്റോമിക് മാസ് ഓർ മോളിക്കുലർ മാസ്. ആറ്റോമിക് മാസ്, ആറ്റോണെങ്കിൽ ആറ്റോമിക് മാസ്, ആറ്റോണെങ്കിൽ ആറ്റോമിക് മാസ് ഓർ മോളിക്കുലർ മാസ് ഓഫ് സൊല്യൂട്ട്. രണ്ട് സൊല്യൂട്ടാ, 2 കണ്ട സൊല്യൂട്ട് എന്നാ. ആറ്റോമിക് മാസ് ഓർ എന്തായിരുന്നു? മോളിക്കുലർ മാസ്. മോളിക്കുലർ ആണെങ്കിൽ മോളിക്കുലർ മാസ്, മോളാർ മാസ് എന്നൊക്കെ പറയോട്ടെ ഈ മോളിക്കുലർ മാസിന്. ഓഫ് സൊല്യൂട്ട്. സൊല്യൂട്ട് തന്നെയാണ് കേട്ടോ. മോളിക്കുലർ മാസ് ഓഫ് സൊല്യൂട്ട്. സൊല്യൂട്ട് തന്നെയാണ് ഇവിടെ എഴുതി വെച്ചത്. then ഇവിടെ ഒരു V ഉണ്ട്. V വോളിയം ഓഫ് സൊല്യൂഷൻ. വോളിയം ഓഫ് സൊല്യൂഷൻ. ഇത് ലിറ്റർ ആണെങ്കിൽ 1000 കൊടുക്കണ്ട. ഓർത്തോ. ml ആണെങ്കിൽ എന്ത് വേണം? 1000 വേണം. മിക്ക ക്വസ്റ്റനിൽ നമുക്ക് എന്തായിരിക്കുള്ളൂ അല്ലെ? നമുക്ക് ml തന്നതിനെ ലിറ്ററിലേക്ക് ആക്കാനായിട്ട് എന്തായിരിക്കും ചെയ്യാം? നമ്മൾ 100 ml എങ്ങനെ കൺവേർട്ട് ചെയ്യാം? 100 divided by 1000 ഉണ്ടോ? ഓക്കെ, അപ്പൊ ഇവിടെ 100 by 1000 കൊടുത്താൽ എന്ത് പറ്റും? അത് ഉണ്ടോ? ഡിനോമിനേറ്ററിലേക്ക് ഉള്ളത് എന്താവും? ന്യൂമറേറ്ററിലേക്ക് മാറില്ലേ? അറിയാലോ, അതുകൊണ്ട് അങ്ങനെ വരണേ കേട്ടോ. ഓക്കെ, അപ്പോ റെഡിമെയ്ഡ് ഇക്വേഷൻ തരുന്നത് നമുക്കൊരു 80 to 90% ക്വസ്റ്റ്യൻസിലും എന്താ തരിക? ml തരിക. അപ്പൊ നമുക്ക് ആ 1000 കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, ലിറ്റർ ആണെങ്കിൽ ഇവിടെ കൊടുത്ത പോലെ 1/2 2 ലിറ്റർ. അപ്പൊ 1/2 അത്രയും കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, ml വരുമ്പോൾ എന്ത് വേണം? 1000 വേണം കേട്ടോ. ഓക്കെ, അപ്പൊ V എന്താണ്? V വോളിയം കേട്ടോ. ഓക്കെ, V വോളിയം ഓഫ് സൊല്യൂഷൻ. V വോളിയം ഓഫ് സൊല്യൂഷൻ. V വോളിയം ഓഫ് സൊല്യൂഷൻ. then ഇതിന്റെ യൂണിറ്റ് എഴുതണം കേട്ടോ. യൂണിറ്റ് ഓഫ് മൊളാരിറ്റി മോൾ പെർ ലിറ്റർ. യൂണിറ്റ് ഓഫ് മൊളാരിറ്റി മോൾ പെർ ലിറ്റർ. യൂണിറ്റ് ഓഫ് മൊളാരിറ്റി. ഇത് കണ്ടോ, ഇവിടെ ശ്രദ്ധിക്കട്ടോ, കുഞ്ഞൊരു സ്പെല്ലിംഗ് ഇതാണ്. RITY ആണ് കേട്ടോ. ഇവിടെ എന്താ? LITY ആ. എത്ര വ്യത്യാസമുള്ളൂ കണ്ടോ. ഓക്കെ, അപ്പോ ഇത് മൊളാരിറ്റി ആണ്. മൊളാരിറ്റി അതിന്റെ യൂണിറ്റ് മോൾ പെർ ലിറ്റർ കേട്ടോ. ഓക്കെ, മോൾ പെർ ലിറ്റർ എങ്ങനെ എഴുതാമെന്ന് അറിയാലോ? മോൾ MOL അല്ലെ. ഓക്കെ, പെർ ലിറ്റർ എന്ന് പറയുമ്പോ എന്തായിരിക്കും? ഇങ്ങനെ കൊടുക്കുക അല്ലെ. ഓക്കെ, അല്ലെങ്കിൽ എന്ത് കൊടുക്കുക? മോൾ L⁻⁻1 കേട്ടോ. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക കേട്ടോ. മോൾ പെർ ലിറ്റർ അല്ലെങ്കിൽ മോൾ L⁻⁻1. അപ്പൊ ഇങ്ങനെയൊക്കെ കണ്ട മൊളാരിറ്റി എന്ന് ഓർത്ത് നോക്കണം. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസില് മൊളാരിറ്റി എന്നൊന്നും പറയില്ല, കോൺസെൻട്രേഷൻ നിങ്ങൾക്ക് മനസ്സിലാവാത്ത രീതിയിൽ തരുള്ളൂ. അവിടെ മോൾ പെർ ലിറ്റർ കണ്ട അപ്പൊ തന്നെ എന്താണ് ഈ ഇക്വേഷൻ ആണെന്ന് ഓർത്ത് നോക്കണം. യൂണിറ്റി എന്നൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനേ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, ദെൻ ഇവിടെ ഈ മൊളാരിറ്റീനെ വിളിക്കുന്ന പേര് മോളാൽ കേട്ടോ. ഓർത്ത് നോക്കുക. നിങ്ങൾക്ക് വീട്ടിലൊക്കെ അല്ലെ നിക് നെയിം ആയിട്ട് ഉണ്ടാവില്ലേ അല്ലെ? ഓർത്ത് നോക്കുക. പല പേരിലൊക്കെ അല്ലേ വിടാറ് അല്ലെ? ഇയാളെ പൊന്നുമോനെ അല്ലെ, ചക്കരക്കുട്ട അങ്ങനെയൊക്കെ ആയിരിക്കും വിളിക്കുന്നത്. അപ്പൊ അതുപോലെയുള്ള നിക് നെയിം പോലെ വിളിക്കുന്ന ആണ്. ഇതിനെ വിളിക്കുന്ന പേര് മോളാർ എന്നാണ് കേട്ടോ. ഓക്കെ, എന്താ വിളിക്കുന്നത്? മോളാർ കേട്ടോ. ഓർത്ത് നോക്കുക. മോളാർ കോൺസെൻട്രേഷൻ. മോളാർ മോളിക്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ആക്ച്വലി മോളിക്കുലർ മാസ കേട്ടോ. ഓർത്ത് നോക്കുക. അപ്പൊ മോളാർ കണ്ടാൽ മൊളാരിറ്റി ആണ് കേട്ടോ. ഓക്കെ, മോളാർ സൊല്യൂഷൻ കേട്ടോ. ഓക്കെ, മൊളാരിറ്റിനെ വിളിക്കുന്ന വേറെ പേരാണ് മോളാർ സൊല്യൂഷൻ കേട്ടോ. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. Molarity is also known as molar solution. Molarity is also known as molar solution. MOLAR. Molar solution. ഇത്രയും പറയാൻ കാരണം ക്വസ്റ്റ്യനിൽ നിന്ന് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ ഇതൊക്കെയാണ് ടിപ്പ് കേട്ടോ. ഓർത്ത് നോക്കുക. അതർവൈസ് നിങ്ങൾ യൂണിറ്റ് ശ്രദ്ധിക്കില്ല, നമുക്ക് ക്വസ്റ്റ്യനിൽ മനസ്സിലാവില്ല ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. ഓക്കെ, ഇതെല്ലാം കോൺസെൻട്രേഷൻ എക്സ്പ്രസിംഗ് ടേം ആണ് കേട്ടോ. ഓർത്ത് നോക്കുക. അപ്പൊ ഇത് എന്തിനു പഠിക്കുന്നു കേട്ടോ എന്നുള്ള കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇതൊക്കെ പഠിക്കുന്നുണ്ടല്ലേ. എന്റെ പർപ്പസും ബാക്കി കാര്യങ്ങൾ ആദ്യം അറിയണം, കൺസെപ്റ്റ് ഇക്വേഷൻ പറയണം, ദെൻ ക്വസ്റ്റ്യൻസ് ചെയ്യണം കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഹെഡിങ് എഴുതി വെക്കാം. മൊളാലിറ്റി ഹെഡിങ് ആയിട്ട് എഴുതണം കേട്ടോ. എന്നിട്ട് ഡെഫിനിഷൻ എഴുതണം. MOLALITY ആണ് കേട്ടോ. LITY മൊളാലിറ്റി അണ്ടർലൈൻ ചെയ്യാം. മൊളാലിറ്റി it is defined as the definition കേട്ടോ. It is defined as the
number of moles of solute, it is defined as the number of moles of solute present in 1 kilogram of solvent. Present in 1 kilogram of solvent. It is defined as the number of moles of solute present in 1 kilogram of solvent. 1 kilogram of solvent. It is defined as the number of moles of solute present in 1 kilogram of solvent. Then molality equation ആണ് സ്മോൾ ലെറ്റർ എം കേട്ടോ ഓർത്ത് നോക്കാം മൊളാലിറ്റി റെപ്രസെന്റ് ചെയ്യുന്നതാണ്. ദെൻ ഇക്വേഷൻ എഴുതുക കേട്ടോ. മൊളാലിറ്റി സ്മോൾ ലെറ്റർ എം ഇത് ക്യാപിറ്റൽ എം കേട്ടോ ഓർത്ത് നോക്കാം. മൊളാലിറ്റി സ്മോൾ ലെറ്റർ എം ഈക്വൽ ടു വേഗം എഴുതാം നമ്പർ ഓഫ് മോൾസ് ഓഫ് സോല്യൂട്ട് ബൈ മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം. മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം. മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം. ഇവിടെ ഡെഫിനിഷൻ പഠിക്കണം. ഡെഫിനിഷൻ ക്ലിയർ ആയിട്ട് പഠിക്കണം. ദെൻ അതിന്റെ റെഡിമെയ്ഡ് ഇക്വേഷൻ സ്മോൾ ലെറ്റർ എം ഈക്വൽ ടു എന്താ പറയുന്നത് W2 by M2, W2 divided by M2 number definition അല്ലേ. ഓക്കെ നമ്പർ ഓഫ് മോൾസ് ഓഫ് സോല്യൂട്ട് പ്രസന്റ് ഇൻ by mass of solvent. Mass of solvent കേട്ടോ. ഓക്കെ mass of solvent in kilogram. Mass of solvent in kilogram kg. Mass of solvent in kilogram കേട്ടോ. ഓക്കെ നിങ്ങൾക്ക് ഫെയ്ഡ് ആയിട്ടൊക്കെ ഫീൽ ചെയ്യണമെങ്കിൽ പറയണം കേട്ടോ. ഓക്കെ ഇതുപോലെ ചോദിക്കണം. മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം. കിലോഗ്രാം കെ ജി. ദെൻ ഈ റെഡിമെയ്ഡ് ഇക്വേഷൻ കേട്ടോ നേരത്തെ എഴുതിയേക്കുന്ന പോലെ എം ഈക്വൽ ടു W2 by M2 into 1000 by W1 gram. ഇവിടെ W2 എന്തായിരുന്നു പഠിച്ചു കഴിഞ്ഞാണല്ലോ നമ്മൾ എന്താ എഴുതിയ മാസ് ഓഫ് സോല്യൂട്ട്. M2 എന്തായിരിക്കും ആറ്റമിക് മാസ് അല്ലെങ്കിൽ മോളിക്യൂൾ. മോളിക്യൂൾ ആണെങ്കിൽ മോളിക്യൂലർ മാസ്, ആറ്റം ആണെങ്കിൽ ആറ്റമിക് മാസ്. ഓക്കെ ഓഫ് സോല്യൂട്ട് രണ്ടും എന്താ സോല്യൂട്ട്. ഓക്കെ ദെൻ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ W1 ഉണ്ട്, നേരത്തെ എഴുതാത്ത ഒരാളുണ്ട് അല്ലെ. അപ്പൊ W1 എന്താന്ന് എഴുതണം മാസ് ഓഫ് സോൾവെന്റ് അല്ലെങ്കിൽ വെയിറ്റ് എന്നൊക്കെ പറയാം കേട്ടോ. ഓക്കെ മാസ് ഓഫ് സോൾവെന്റ്. ഇനി മാസിന് പകരം എവിടെയെങ്കിലും വെയിറ്റ് എന്ന് കണ്ടു കഴിഞ്ഞാലും ഇത് ഒന്നാണെന്ന് ഓർത്ത് വെക്കണം കേട്ടോ. ഓക്കെ W1 മാസ് ഓഫ് സോൾവെന്റ് ഉണ്ടോ. അപ്പൊ 2 എന്തായിരുന്നു സോല്യൂട്ട്, 1 അല്ലെ W1 എന്തായിരുന്നു സോൾവെന്റ് കേട്ടോ. W1 എന്താ സോൾവെന്റ്. ഓക്കെ ഇത് രണ്ടെണ്ണം നമ്മൾ പഠിച്ചു. ഞാൻ പറഞ്ഞു ഈ ചാപ്റ്ററിൽ ഇപ്പൊ പഠിക്കുന്നതെല്ലാം കോൺസെൻട്രേഷൻ എക്സ്പ്രസിംഗ് ടേം ആണ്, സൊല്യൂഷനെ കുറിച്ചാണ് അല്ലെ. ഓക്കെ ഇപ്പൊ നിങ്ങൾ ലാബിലൊക്കെ ചെയ്യുന്നുണ്ടാവും. ലാബില് കോൺസെൻട്രേറ്റഡ്, ഡൈലൂട്ടഡ് അങ്ങനെയൊക്കെ വരും അല്ലെ. ഓക്കെ അപ്പൊ അതിന്റെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യണം അല്ലെ. ഓക്കെ കൂടുതലാണോ കുറവാണോ എന്നൊക്കെ എക്സ്പ്രസ് ചെയ്യണം. അതിന് ഉപയോഗിക്കുന്ന ടേമുകളാണിത് അല്ലെ. ഓക്കെ ഇപ്പൊ നിങ്ങൾ ചായ കുടിച്ചു, പഞ്ചസാര കോൺസെൻട്രേഷൻ കൂടുതലാണ്, എങ്ങനെ അറിയും? കുടിച്ചിട്ട് നല്ല മധുരം തോന്നിയാ അല്ലെ നന്നായിട്ട് കോൺസെൻട്രേഷൻ കൂടുതലാണ്. കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റും അല്ലെ, അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെ ആസിഡുകളിലേക്ക് എങ്ങനെ ടെസ്റ്റ് ചെയ്യും? അതിന് വേണ്ടിയിട്ട് അവർ അല്ലെ 2 മോളാർ 3 മോളാർ കൂടുതലാണ് ഉണ്ടോ, കോൺസെൻട്രേഷൻ കൂടുതലാണ്, അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ ഇപ്പൊ ഇത് സൊല്യൂഷനുകളാണ് ഉപയോഗിക്കണേന്ന് പറഞ്ഞു. പക്ഷെ സൊല്യൂഷനിൽ ഇത് നോക്കിയേ, ഇത് നമ്മളുടെ സാധാരണ ലിക്വിഡ് ആയിട്ടുള്ള സംഭവങ്ങൾക്കൊക്കെ എന്ത് ഉപയോഗിക്കാം? ഇത് അല്ലെ ലിറ്ററിലാണ് പറയുന്നത്, ലിറ്ററിലാണ് ആക്ച്വലി വരുന്നത്. പിന്നെ ഇത് എന്തിനാ പഠിച്ചത്? ഇത് നോക്കിയ മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം. അപ്പോ ചിലത് സോളിഡ് സൊല്യൂഷൻ ആയിരിക്കും. എന്തായിരിക്കും? സോളിഡ് സൊല്യൂഷൻ. അങ്ങനെ സോളിഡ് സൊല്യൂഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് പറ്റില്ല. പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ടൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് നോക്കണമെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ അപ്പൊ ആരാ സോളിഡ് സൊല്യൂഷൻ പറഞ്ഞു? എല്ലാ ദിവസവും മിക്ക ദിവസമൊക്കെ എന്തായാലും ഒക്കെ കഴിച്ചിട്ടുണ്ടാവും. നമ്മള് ഡേ ടു ഡേ ലൈഫിൽ ഈ സാധനമൊക്കെ മുഴുവൻ ഇപ്പൊ ലൈം കുടിക്കുന്നു അല്ലെ, പഞ്ചസാര കുറഞ്ഞു, അപ്പൊ തന്നെ എന്ത് പറയണം? സയന്റിഫിക്കലി ആൾ പഠിച്ചിട്ട് എന്ത് പറയണം അല്ലെ? കോൺസെൻട്രേഷൻ ഓഫ് ഷുഗർ ഡിക്രീസസ്, സോ പ്ലീസ് ഇൻക്രീസസ് ദ കോൺസെൻട്രേഷൻ ഓഫ് ഷുഗർ, ഇങ്ങനെ പറയണം അല്ലെ. അതുപോലെ അപ്പൊ അവര് അല്ലെ നമ്മള് കേക്ക് കഴിക്കുന്നു, ലഡു കഴിക്കുന്നു, അതിലാരാണ് സോല്യൂട്ട് സോൾവെന്റ്? കേക്കിന്റെ മെയിൻ ബാറ്റർ എന്താ? എന്ത് വെച്ചുണ്ടാക്കുന്ന കേക്ക്?
പിന്നെ പാല് മാത്രമല്ല, കട്ടി കൂടി സാധനം എന്താ ക്രീമൊക്കെ ഉണ്ടാവും, പക്ഷെ അല്ലാതെ മെയിൻ എന്താണ് ആക്ച്വലി മൈദ അല്ലെ, ഫ്ലോർ അല്ലെ, ഫ്ലോർ. ഓക്കെ, നിങ്ങൾ ഏതെങ്കിലും ഒരു കടയിൽ ചെന്നിട്ട് ഫ്ലോർ 2 ലിറ്റർ ഫ്ലോർ വേണം അല്ലെങ്കിൽ പൗഡർ അങ്ങനെ പറയുമോ? എന്തിലേ പറയുള്ളൂ? ഇവിടെ ശ്രദ്ധിച്ച് കിലോഗ്രാം ആണോ? ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചറിയാം മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം. അപ്പോൾ ആ ഫ്ലോർ എന്ന് പറയുന്നത് നമ്മൾ കിലോഗ്രാമിലാണ് അല്ലെ കൂടുതൽ വാങ്ങിക്കുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ ടെക്നിക്കലായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ അതിന്റെ കാര്യം പറയാനല്ല, നമ്മൾ ഉപയോഗിക്കുക കെമിക്കൽസ് ആണ്. അപ്പൊ ആ കെമിക്കൽസിൽ അഗാർ ജെൽ അങ്ങനെയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ അതെല്ലാം നമ്മൾ എക്സ്പ്രസ് ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ്ലി ബെറ്റർ എന്തായിരിക്കും? ലിറ്റി ആണ് ആക്ച്വലി സോളിഡ് സൊല്യൂഷനിൽ ഉണ്ടോ? ഓർത്ത് നോക്കുക, സോളിഡ് ആയിട്ടിരിക്കുന്ന സബ്സ്റ്റൻസുകൾ ഉണ്ട് അല്ലെ, കെമിക്കൽ സബ്സ്റ്റൻസ് ഉണ്ട്. അപ്പൊ അതിന്റെ കോൺസെൻട്രേഷൻ എന്തിൽ പറയും? ലിറ്റി ഉണ്ടോ? ഓക്കെ, ദെൻ ഇവിടെ നമ്പർ ഓഫ് മോൾസ് ഓഫ് സോല്യൂട്ട് അല്ലെ. ഓക്കെ, നമ്മൾ പറയുന്ന ഈ ലഡു എടുക്കാം, ലഡൂസിൽ എന്തായിരിക്കും സോല്യൂട്ട്? സോല്യൂട്ട് എന്ന് പറഞ്ഞാൽ ലെസർ ക്വാണ്ടിറ്റി കമ്പാരിറ്റീവ്ലി ഷുഗർ എന്തായിരിക്കും അല്ലെ? ഫ്ലോർ തന്നെ ആയിരിക്കും അതിന്റെയും കൂടുതൽ. ബാക്കി ഇടുന്ന ഒരു ഫ്ലേവർ, കളറിന് കൊടുക്കുന്ന ഒരു ഫ്ലേവർ, അതൊരു സോല്യൂട്ടാണ്. പിന്നെന്താ ഷുഗർ ഉണ്ടാവും, അതൊരു സോല്യൂട്ടാണ്. ദെൻ മേജർ ക്വാണ്ടിറ്റി ആരാണ്? അതാണ് സോൾവെന്റ്. നമുക്ക് പഠിക്കാനുള്ളത് ബൈനറി സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ. ബൈനറി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സോല്യൂട്ടും ഒരു സോൾവെന്റ്, 2 ഉണ്ടോ ബൈനറി. അപ്പൊ അത് ആണ് നമ്മളുടെ ഈ ചാപ്റ്ററുകളൊക്കെ മെയിൻ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളൂ. ഇതിന്റെ പർപ്പസ് ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, ദെൻ ഇത് എക്സ്പ്രസ് ചെയ്യുന്ന ടേമുകളാണ് ഈ 2 കഴിഞ്ഞു. നെക്സ്റ്റ് ഹെഡിങ് എഴുതി വെക്കാം, മോൾ ഫ്രാക്ഷൻ. നെക്സ്റ്റ് ഹെഡിങ് മോൾ ഫ്രാക്ഷൻ. മോൾ ഫ്രാക്ഷൻ FRACTION, mole fraction. Then definition. It is the ratio of number of moles of a particular component. It is the ratio of number of moles of a particular component to the total number of moles of the solution. It is a ratio of number of moles of a particular component to the total number of moles of the solution. It is the ratio of number of moles of a particular component to the total number of moles of the solution. എഴുതിയോ? ദെൻ നമുക്ക് ഓരോന്നിൻ്റെയും ഇതിലേക്ക് വരാം. ദെൻ നെക്സ്റ്റ് നിങ്ങൾ എഴുതി നോക്കുക മോൾ ഫ്രാക്ഷൻ. മോൾ ഫ്രാക്ഷൻ ഓഫ് എ. മോൾ ഫ്രാക്ഷൻ ഓഫ് എനെ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക, കൈ എ എന്നാണ് ഇതിനെ പറയുക കേട്ടോ. ഓർത്ത് നോക്കുക, മോൾ ഫ്രാക്ഷൻ ഓഫ് എ കൈ എ ഈക്വൽ ടു NA ഡിവൈഡഡ് ബൈ NA പ്ലസ് NB. NA എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് എ എന്നാണ് കേട്ടോ. ഓക്കെ, NA ബൈ NA പ്ലസ് NB. Then mole fraction of B equal to mole fraction of അപ്പോൾ mole fraction of A ആണ് ആദ്യം എഴുതേണ്ടത്, NA divided by NA plus NB. സ്മോൾ ലെറ്റർ N തന്നെ കൊടുക്കണം കേട്ടോ, NA by NA plus NB. Then mole fraction of B equal to NB divided by NA plus NB. NB divided by NA plus NB. NB divided by NA plus NB. എഴുതിയോ? Then mole fraction of A plus mole fraction of B equal to 1. Mole fraction of A plus mole fraction of B equal to 1. ഇത്ര എഴുതണം. Then NA എന്താന്ന് എഴുതി വെച്ചേ? നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെന്റ്. NA കേട്ടോ. ഓക്കെ, നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെന്റ്. ഒരാൾ NA number of moles of solvent. Then NB എന്തായിരിക്കും? number of moles of solute. NB number of moles of solute. NB number of moles of solute. NB number of moles of solute. N എഴുതി NB എഴുതി കേട്ടോ. ഓക്കെ, B എന്ന് പറഞ്ഞാൽ സോല്യൂട്ടും A എന്ന് പറഞ്ഞാൽ എന്തായിട്ട് എടുക്കണം? സോൾവെന്റ്. A എന്ന് പറഞ്ഞാൽ സോൾവെന്റ് ആയിട്ട് എടുക്കണം. ഓക്കെ, ദെൻ മോൾ ഫ്രാക്ഷൻ, ടോട്ടൽ മോൾ ഫ്രാക്ഷൻ എത്രയാ? 1 കേട്ടോ.
ഇത് എങ്ങനെ പഠിക്കണം, എന്തിനു പഠിക്കണം? നിങ്ങൾ ഓർത്തു നോക്കാം, നിങ്ങളൊരു പെർട്ടിക്കുലർ ആയിട്ടുള്ള സൊല്യൂഷന്റെ കാര്യമാണല്ലോ പറഞ്ഞത് നമ്മൾ, അല്ലെ? സൊല്യൂഷൻ ആണ്. ഇപ്പോ നിങ്ങൾക്ക് ഒരു ഷുഗർ വാട്ടർ തരുന്നു, എന്നിട്ട് അവർ പറയാണ് ഷുഗറിന്റെ മോൾ ഫ്രാക്ഷൻ 0.3 ആണ്. അതിന്റെ മീനിങ് എന്തായിരിക്കും? ടോട്ടൽ ഷുഗറിന്റെ കോൺസെൻട്രേഷൻ എത്രയാ? 1. അതാണ് ടോട്ടൽ എത്രയാ? 1. അതില് 0.3 എന്തുണ്ട്? ഷുഗർ ഉണ്ട്. അപ്പൊ ബാക്കി എത്ര ഉണ്ടാവും? വെള്ളം 0.7 കണ്ടോ? ഓർത്ത് നോക്കാം. ഇനി അതിന് ഇൻറ്റു 100 ചേർത്ത് 0.3 മൾട്ടിപ്ലൈ ചെയ്താ 30, മറ്റെത്രയായിരിക്കും? 70. അപ്പൊ ടോട്ടൽ എത്രയുണ്ടോ? 100 കണ്ടോ? അപ്പൊ 100 എന്ന് പറയുമ്പോൾ ഐഡിയ മനസ്സിലായി? പെർസെന്റേജ് പറയണ പോലെ ഇപ്പൊ പറയാണ് ആക്ച്വലി നമുക്ക് ഷുഗർ അല്ലെ 30% ഉണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാവും അല്ലേ? ആ ടോട്ടൽ വെള്ളത്തിൽ 30% എന്നിട്ടുണ്ട് ഷുഗർ ഇട്ടുണ്ട്. ബാക്കി 70 എത്രയായിരിക്കും? വാട്ടർ ആയിരിക്കും. അപ്പൊ നമുക്ക് ഏകദേശം ഒരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ടോട്ടൽ മോൾ ഫ്രാക്ഷൻ എത്രയാ? 1. മോൾ ഫ്രാക്ഷൻ എങ്ങനെയാ വരുള്ളൂ? പോയിന്റിലേ വരുള്ളൂ, കാരണം ടോട്ടൽ മോൾ ഫ്രാക്ഷൻ എത്രയാ? 1 ആണ്. അപ്പോൾ 0.45 ആണ് മോൾ ഫ്രാക്ഷൻ. ആകെ 2 കമ്പോണന്റ് ഉള്ളൂ. എങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും അല്ലെ? 0.45 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 45 അല്ലെ? ഏകദേശം 45% ഉണ്ട് എന്നുള്ളതാണ്. ഇനി ഇതിന്റെ വ്യത്യാസം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ കുറെ കൂടി കഴിയുമ്പോൾ നിങ്ങൾക്ക് മോൾ ഫ്രാക്ഷൻസ് പലതും ഇടാം. ഒരു വാട്ടറിനകത്ത് എനിക്ക് ഷുഗർ ഇടാം, സോൾട്ട് ഇടാം അല്ലെ, വേറെ എന്തെങ്കിലും ഇട്ട് ലൈം ഇടാം അല്ലെ? ഓക്കെ, അപ്പൊ എല്ലാവരും കൂടി അങ്ങനെ മിക്സ് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ കുറെ കമ്പോണന്റ് ആവും അല്ലേ? അപ്പോഴും എത്രയായിരിക്കും മോൾ ഫ്രാക്ഷൻ? 1 കണ്ടോ? ഓക്കെ, പല കമ്പോണന്റ് ഇങ്ങനെ ആഡ് ചെയ്ത് മോൾ ഫ്രാക്ഷൻ 1 കേട്ടോ. അപ്പൊ ടോട്ടാലിറ്റി റെപ്രസെന്റേറ്റ് ചെയ്യാനാണ് ഈ മോൾ ഫ്രാക്ഷനും യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെയൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യണം. ഇനി നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ടേമും കൂടി മെയിൻ ആയിട്ട് നോക്കാനുണ്ട്. അടുത്ത ഹെഡിങ് എഴുതി വെക്കുക കേട്ടോ. നെക്സ്റ്റ് ഹെഡിങ് മാസ് പെർസെന്റേജ്. നിങ്ങൾക്ക് അതും കൂടി ഉള്ളൂ, മാസ് പെർസെന്റേജ് കൂടി ഉള്ളൂ. ഓക്കെ, ഒരെണ്ണം കൂടി ഉള്ളൂ കേട്ടോ. മാസ് പെർസെന്റേജ്. മാസ് പെർസെന്റേജ് മാസ് പെർസെന്റേജ് നമ്മൾ പെർസെന്റേജ് എങ്ങനെയാ നോക്കുന്നത്? മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെ, പെർസെന്റേജ് ഇപ്പൊ ഒരു 100ൽ എനിക്ക് 95 കിട്ടി, അപ്പൊ എത്ര? 95% അങ്ങനെ പറയാം അല്ലെ? ഓക്കെ, 50ലാണ് ടോട്ടൽ മാർക്ക്. എനിക്ക് കിട്ടിയത് 40 ആണ് മാർക്ക്. അപ്പൊ എത്ര പെർസെന്റേജ് ആയിരിക്കും? എങ്ങനെ കിട്ടിയ മാർക്ക് ഡിവൈഡ് ബൈ ടോട്ടൽ ഇൻറ്റു 100. അപ്പൊ 40/50 ഇൻറ്റു 100 ചെയ്താൽ 80% ഉണ്ടോ? ഓർത്ത് നോക്കാം. അങ്ങനെയാണ് നമ്മൾ പെർസെന്റേജ് നോക്കുന്നത്. അപ്പോൾ പെർസെന്റേജ് എവിടെ വന്നാലും ആ പെർട്ടിക്കുലർ മാസിന്റെ പെർസെന്റേജ് ആണെങ്കിൽ മാസ് ഓഫ് ദാറ്റ് സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻറ്റു എന്ത് വരും? 100. അതിനെയാണ് നമ്മൾ പെർസെന്റേജ് ആയിട്ട് നോക്കുന്നത്. അപ്പൊ ഇവിടെയും നമ്മൾ നേരെ ഇക്വേഷൻ ആണ്, വേറെ ഡെഫിനിഷൻ ഒന്നുമില്ല. മാസ് പെർസെന്റേജ് ഈക്വൽ ടു എഴുതിക്കോട്ടോ. മാസ് പെർസെന്റേജ് ഈക്വൽ ടു മാസ് ഓഫ് സോല്യൂട്ട്. മാസ് ഓഫ് സോല്യൂട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് സൊല്യൂഷൻ. അല്ലെങ്കിൽ മാസ് ഓഫ് സൊല്യൂഷൻ എഴുതാം. മാസ് ഓഫ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ എന്ത് വരും? എല്ലാം ഉണ്ടാവും അല്ലെ? മാസ് ഓഫ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ആരൊക്കെ ആഡ് ചെയ്യുമ്പോഴാണ് സൊല്യൂഷൻ കിട്ടുന്നത്? സോല്യൂട്ട് പ്ലസ് സോൾവെന്റ് അല്ലെ? ഇൻറ്റു 100. മാസ് പെർസെന്റേജ് ഈക്വൽ ടു മാസ് ഓഫ് സോല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ. സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ മനസ്സിൽ നിങ്ങൾ ഓർത്തു നോക്കുക, സോല്യൂട്ട് പ്ലസ് സോൾവെന്റ് കേട്ടോ. ഓക്കെ, സോല്യൂട്ട് പ്ലസ് സോൾവെന്റ്, അതിനെയാണ് നമ്മൾ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇൻറ്റു 100. ഇത്രയും വരുമ്പോൾ ചാപ്റ്റർ തീർന്നു. ഇനി നമ്മൾ ഈ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് നിങ്ങൾ ഇൻഡിവിജ്വലി പറഞ്ഞ് പഠിക്കാൻ പോകുന്ന ഒരു പ്രോസസ്സിലേക്ക് വരികയാണ്. ഓക്കെ, ചാപ്റ്റർ തീർന്നു. ഞാൻ ആ ചാപ്റ്ററിന്റെ ഓവർവ്യൂ ഒന്ന് കറക്റ്റ് ആയിട്ട് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, സാധാരണ ക്ലാസ് തുടങ്ങുമ്പോഴാണ് അങ്ങനെ ചെയ്യാറ്, ആദ്യം മുതൽ ഇവിടം വരെ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ടേമില്ലേ ഇതെല്ലാം പറയിപ്പിക്കും കേട്ടോ. ഓർത്തോ, കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയ പറയിപ്പിക്കും. നേരെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസുകൾ തുടങ്ങും. ദെൻ ഫാസ്റ്റ് ട്രാക്ക് അല്ലെങ്കിൽ ഇതിന് നമ്മൾ പറയുന്ന ഈ സ്റ്റഡി മെറ്റീരിയൽ ഉണ്ട്. വേറെ ഇതുപോലെ 2 കൂടി മോന് തരാനുണ്ട് കേട്ടോ. വേറെ ഇതിന്റെ എന്ന് പറഞ്ഞാൽ ഒരു കണ്ടന്റ് ബ്രീഫ് ഉണ്ട്. ആരെങ്കിലും കൊണ്ടുവന്നുണ്ടോ കണ്ടന്റ് ബ്രീഫ്? ഒരു ചാപ്റ്ററിന്റെ മൊത്തം കണ്ടന്റ് ബ്രീഫ് ആയിട്ടുള്ള പിന്നെ ഒരു മാപ്പ് പോലത്തെ ഒരു സാധനം തന്നു അല്ലേ? ഓക്കെ, അതല്ലാതെ വേറെ കൈ കൊണ്ട് എഴുതിയ ഒരു സാധനം ഉണ്ടായി. അതന്നെ ഇടാട്ടോ, ഗ്രൂപ്പിലിടാം. ക്ലാസ് കഴിഞ്ഞതിന് മുമ്പ് ഇടാട്ടോ. ഓക്കെ, ഗ്രൂപ്പിലിടാം. ഇത് ഇടാട്ടോ. ഓക്കെ, ഇത് ഇടാൻ വിട്ടുപോയേക്കുന്നതാണ് കേട്ടോ. ഓക്കെ, ഓൺലൈനിലുള്ള ആൾക്കാർക്ക് വിട്ടുപോയേക്കുന്നതാണ്. നമ്മുടെ മെറ്റീരിയൽസുകൾ ഇടാം.
പിന്നെ ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ആപ്പിന്റെ എൻട്രി തരും. അപ്പൊ അതിൽ എല്ലാം ഉണ്ടാവും കേട്ടോ, ഓർഡറിൽ. തരാം കേട്ടോ, ഗ്രൂപ്പിലിടാം, പറഞ്ഞു തന്നെ. ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഞാൻ ഈ ഒരു പേജിലേക്ക് കൈകൊണ്ട് എഴുതിയേക്കുന്ന ഒരു ഇതാണ്. ഇത്തിരി ഫെയ്ഡ് ആയിട്ടുണ്ട്, വേറെ ഒറിജിനൽ പ്രിന്റ് എടുക്കാം. അപ്പോൾ ഇതില് ഈ ഇക്വേഷൻസ് ഒക്കെയാണ് ആദ്യം എഴുതി വെച്ചേക്കുന്നത്. കാരണം ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ആദ്യം പഠിക്കുന്നത്. പിന്നെയാണ് എംപിരിക്കൽ ഫോർമുലയും ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതിയേക്കുന്നത്. മോൾ കൺസെപ്റ്റ്, എംപിരിക്കൽ ഫോർമുല. ദെൻ ഇത് നിങ്ങൾക്ക് ചാപ്റ്റർ ടെസ്റ്റ് ഉണ്ടാവും കേട്ടോ, ഓർത്ത് നോക്കാം. അടുത്ത ക്ലാസ് അല്ലെങ്കിൽ ഒരു ക്ലാസ് കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ചാപ്റ്റർ ഉണ്ടാവും. അതിൽ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഇതാണ്. 5 മാർക്ക് ഇത് അങ്ങനെ തന്നെ എഴുതണം ഓർഡറിൽ കേട്ടോ. എല്ലാ ചാപ്റ്ററിനും ഓർഡറിൽ കറക്റ്റ് എഴുതി കഴിഞ്ഞാൽ 5 മാർക്ക് കിട്ടും. ടോട്ടൽ 20 മാർക്ക് ആയിരിക്കും. അതിൽ 5 മാർക്ക് എല്ലാ എക്സാമിനും അതായിരിക്കും കേട്ടോ, ഓർത്തോ. എന്തിനു വേണ്ടിയിട്ട് ചെയ്യുന്നു അത് പറയാം. ഒരു ചാപ്റ്റർ ഉണ്ടാകുമ്പോൾ 3 കാര്യങ്ങളാണ് സംഭവിക്കുക. ഒന്ന്, എനിക്ക് കൺസെപ്റ്റ് ഒന്നും അറിയില്ല. ചിലവർ അങ്ങനെയല്ല. അപ്പോൾ ഞാൻ കൺസെപ്റ്റ് നന്നായിട്ട് പഠിച്ചു, പഠിച്ചിട്ട് എനിക്കൊരു ക്വസ്റ്റ്യൻ വന്നപ്പോൾ മനസ്സിലായില്ല. അപ്പോൾ അവിടെയാണ് എറർ എന്ന് മനസ്സിലാക്കാം. ചില ആൾക്കാർക്ക് അങ്ങനെയല്ല, സ്കാറ്ററിങ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ പഠിക്കുന്ന അവിടെ ഇവിടെ നിന്നൊക്കെ പഠിച്ചിട്ടുണ്ട്, എന്തൊക്കെയോ അറിയാം, അത് എനിക്ക് പോലും അറിയില്ല എന്താണ് എനിക്ക് അറിയണമെന്ന് ഉള്ള ആ ലെവലിൽ നിൽക്കും. അതാണ് ഡേഞ്ചറസ്. എന്ന് പറഞ്ഞ ഒരു ചാപ്റ്ററിൽ എനിക്കിത് അറിയില്ല, എനിക്കിത് അറിയാം, അങ്ങനെ തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ, ഇപ്പൊ ഇയാൾ എൻ്റെ അടുത്ത് പറയാണ്, സാറിന് ഇന്ന പ്രശ്നമുണ്ട് കേട്ടോ, ഓർത്തോ, സാറിന് തലത് ഇങ്ങനെ ഇരിക്കണേ, ക്ലാസ് എടുക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ വരുന്നുണ്ട്, ഒരു മാനറിസം പറയാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം അല്ലേ, അതിന് മാറ്റാനായിട്ടൊരു കോളറൊക്കെ ഇട്ട് അല്ലെ 5-6 ദിവസം അടിച്ച് അത് കറക്റ്റായി. അപ്പൊ എൻ്റെ ലൈഫ് മുഴുവൻ സെറ്റാക്കി തന്നു. അതുപോലെയാണ് ആക്ച്വലി പല ആൾക്കാർക്കും പ്രസന്റേഷൻസും ബാക്കി കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാവണമെങ്കിൽ ഇപ്പൊ ഞാൻ ഈ വീഡിയോ എടുത്ത സമയത്താണ്, പണ്ടാണെങ്കിൽ ഞാൻ 5-6 വേർഡ് എപ്പോഴും ഇങ്ങനെ വെറുതെ പറയണത്, ഭയങ്കര റിപ്പീറ്റേഷനൊക്കെ. അപ്പൊ കുറച്ചു എന്നാലും വരും നമ്മൾ ഓട്ടോമാറ്റിക്കലി പേഴ്സണലി. അപ്പോൾ ഓരോരുത്തരുടെ കാര്യങ്ങൾ ക്ലാരിറ്റിയിലേക്ക് വരാൻ വേണ്ടി അപ്പൊ ഈ കൺസെപ്റ്റ് ഇക്വേഷൻ എന്തായാലും പഠിച്ചിരിക്കണം കേട്ടോ. ഓക്കെ, ഇത് എഴുതിപ്പിക്കും, ഇപ്പൊ പറയിപ്പിക്കും, അങ്ങനെയൊക്കെയുള്ള പ്രോസസ് ഉണ്ട്. ആദ്യത്തിലേക്ക് വരാം. രണ്ടാമത്തെയാണ് ഈ ചാപ്റ്റർ ഒരു ഓവർവ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നത്. ഇതില് എന്താ ചാപ്റ്റർ കൺക്ലൂഷനും എല്ലാം ഏകദേശം ഡീറ്റെയിൽ ആയിട്ട് ക്ലിയർ ചെയ്ത് കിട്ടുന്നുണ്ട്. ഈ 2 കാര്യങ്ങൾ ആദ്യം ഓക്കെ ആണോ നമ്മൾ നോക്കണം, സെൽഫ് ചെക്ക് ചെയ്യാം. ഇത് കഴിഞ്ഞാൽ ഇത് ബേസ് ആണ്. ഇത് കഴിഞ്ഞ് ഇതുകൊണ്ട് മാർക്കൊന്നും ആവില്ല. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിൽ എല്ലാ ഇക്വേഷൻസും എല്ലാം പഠിച്ചു, അതുകൊണ്ട് മാർക്കാവില്ല. മാർക്കാവണം ഇത് ഇത്രേ ഉള്ളൂ, ഉണ്ടോ, കുറച്ച് പേജുള്ളൂ അല്ലേ. ഓക്കെ, ഇതിൽ ഏകദേശം ഒരു 10-100 ക്വസ്റ്റൻസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാർക്ക് കിട്ടും എന്ന് കരുതിയിട്ട് ആദ്യം അത്രയൊന്നും ചെയ്യരുത് കേട്ടോ. ചില ആൾക്കാരൊന്നും ചെയ്യും, അപ്പൊ തന്നെ ടയർഡാവും, പിന്നെ മടിയോ ഇഷ്ടമല്ലാതെയോ കെമിസ്ട്രി കണ്ടാൽ ദേഷ്യോ. അതുകൊണ്ട് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, ഒരു 20 ക്വസ്റ്റൻസ് അല്ലേ. ഓക്കെ, ഇന്ന് ചെയ്യണം ഉണ്ടോ, ഇയാളുടെ സജഷൻ ഇന്ന് 20 ക്വസ്റ്റൻസ് ചെയ്യണം, നമുക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, പ്രാക്ടീസ് ചെയ്യാം. ഓരോ ദിവസവും 20, 10 അങ്ങനെ വെച്ച് കയറുമ്പോൾ ആ ചാപ്റ്റർ സേഫായി. എന്നിട്ട് അത് 20 or 30 or 50 ഈ ലെവലിൽ ഉറപ്പിക്കണം ആ ക്വസ്റ്റൻസ്. ബാക്കി ക്വസ്റ്റൻസ് പഠിക്കേണ്ടെന്നല്ല പറഞ്ഞ്, ബാക്കി ക്വസ്റ്റൻസ് വ്യൂ ചെയ്ത് നമുക്ക് ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യണം. ഒരു ചാപ്റ്റർ കഴിയുമ്പോൾ ഒരു 20 to 50 ക്വസ്റ്റൻസ് ആണ് നമ്മളുടെ സ്ട്രെങ്ത് വേണ്ടത്. അൾട്രാ ക്ലിയർ ആയിട്ട് ടെക്സ്റ്റ് ബുക്കും ഇതും കേട്ടോ. ഓക്കെ, ഇതിൽ കുറെ ക്വസ്റ്റൻസ് തന്നേക്കുന്നത് എല്ലാ ക്വസ്റ്റനും ചെയ്യാനല്ല, എല്ലാ ക്വസ്റ്റനും വ്യൂ ചെയ്യാം. നിങ്ങൾക്ക് വിത്ത് ആൻസർ ഉണ്ട്, ഡീറ്റെയിൽ ആയിട്ട് അത് നോക്കി ടിക്ക് ചെയ്യണം. ഓർത്ത് നോക്കാം, ടിക്ക് ചെയ്യണം. അപ്പൊ ആ കുട്ടി ചെയ്തു, ടിക്ക് ചെയ്തു അല്ലേ, വീട്ടിൽ പോയിട്ട് ചെയ്തല്ല, ചെയ്തു കേട്ടോ. ഓക്കെ, കണ്ടോ. അപ്പോൾ ഒരു ടോപ്പിക് കഴിയുമ്പോൾ എന്ത് ചെയ്യണം, ഇവിടുത്തെ ഈ ടോപ്പിക് എടുത്തിട്ടുണ്ട്, ആ ടോപ്പിക്കായിട്ട് റിലേറ്റ് ചെയ്യുന്ന കണ്ടന്റ് ഡീറ്റെയിൽ ആണ്, അതൊന്ന് വായിച്ചു ടിക്ക് ചെയ്യുന്നു. എക്സ്ട്രാ നോട്ട് ഉണ്ട് അവിടെ കേട്ടോ. ഓർത്ത് നോക്കുക, എന്തിനു വേണ്ടിയിട്ടാന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ അഡ്വാൻസ്ഡ് ആയിട്ടൊക്കെ ഇനി പഠിക്കാനുണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ വരും. എല്ലാ ടൈപ്പ് ക്വസ്റ്റൻസ് ഉണ്ട്, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റൻസ്, അതൊക്കെ ചെയ്യണം കേട്ടോ. ഓക്കെ, ഇപ്പോഴാണ് നമുക്ക് മാർക്ക് ആവുന്നത്. അപ്പൊ ഇന്ന് നമുക്ക് പതുക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാം, എന്നിട്ട് ക്വസ്റ്റൻസും ചെയ്തു തുടങ്ങാം കേട്ടോ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ പോകുന്ന ക്ലാസ് കഴിയൂലേ, ആ ടൈമിൽ മോനൊന്ന് ഓർപ്പിച്ചേക്കണം കേട്ടോ. ഏഞ്ചലല്ലേ പറഞ്ഞ, ഒന്ന് ഓർപ്പിച്ചേക്കണം കേട്ടോ. ഓർത്തോ ജൂലിയ കേട്ടോ, കാരണം നിങ്ങൾ ആരെങ്കിലും ഒന്ന് ഓർപ്പിച്ചേക്കാം. അപ്പൊ തന്നെ ഞാൻ ഫോണിൽ നിന്ന് ഇതിന്റെ PDF ഗ്രൂപ്പിലേക്ക് ഇട്ടേക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ക്ലിയർ ആവും, അല്ലെങ്കിൽ മറന്നു. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മളിപ്പോ തുടങ്ങാൻ പോവാണ് കേട്ടോ. റിവിഷൻ എന്ന് പറഞ്ഞു, ഈ സാധനം ഉണ്ട് കേട്ടോ. ഓക്കെ, റിവിഷൻ ഇന്ന് കണ്ടന്റ് റിവിഷൻ ആണ്, വിത്ത് ക്വസ്റ്റ്യൻസ് ചെയ്യും. ഫസ്റ്റ് നമ്മൾ ഈ ബാക്കിൽ നിന്നാണ് തുടങ്ങുന്നത്. ഇവിടെ ഇരിക്കുന്ന എല്ലാ ആൾക്കാരെ കൊണ്ടും ഇത്ര ഇക്വേഷൻസ് ആദ്യം പറയിപ്പിക്കുക എന്നുള്ള പ്രോസസ്സാണ് കേട്ടോ. ഓർത്ത് നോക്കാം എന്ന് പറഞ്ഞു നോക്കിയേ. മൊളാലിറ്റി, മോൾ ഫ്രാക്ഷൻ, മാസ് പെർസെൻറ്റേജ്. അത് കഴിഞ്ഞിട്ട് ടൈം ഉണ്ടെങ്കിൽ അടുത്തേക്ക് പോകും. അങ്ങനെ പോകുള്ളൂ കേട്ടോ. വളരെ സമാധാനമായിട്ട് ടൈം ഓറിയന്റഡ് ആയിട്ട് ഫാസ്റ്റ് ആയിട്ട് പോകണം കേട്ടോ. ഓക്കെ, ഇതിന്റെ ഡെഫിനിഷൻ ഒന്നും വേണ്ട, എല്ലാ ഇക്വേഷനും പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം കേട്ടോ. ഓക്കെ, മൊളാരിറ്റിന് ഇക്വേഷൻ ആണ് മൊളാരിറ്റി ക്യാപിറ്റൽ M = number of moles of solute divided by volume of solution in liter. 5 ടൈം പറയണം കേട്ടോ. അങ്ങനെ പഠിക്കണേ കേട്ടോ. ഓക്കെ, പ്രാവശ്യമല്ല. ഓക്കെ, ക്ലിയർ. റിപ്പീറ്റേഷൻ അല്ലേ, റിപ്പീറ്റ് ചെയ്ത് എന്ത് ചെയ്യും, മേക്ക് എ
പെർഫെക്ഷൻ കേട്ടോ. ഓർത്ത് നോക്കുക, നന്നായിട്ട് റിപ്പീറ്റ് ചെയ്യാൻ നോക്കുക, ക്ലിയർ ചെയ്യുക കേട്ടോ. ഓക്കെ, ഒന്ന് തുടങ്ങാം കേട്ടോ. ഓക്കെ, മൊളാരിറ്റി ക്യാപിറ്റൽ M ഈക്വൽ ടു എന്ന് പറഞ്ഞേ ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ പറയണം കേട്ടോ. എനിക്ക് ക്ലിപ്പ് അനങ്ങുന്ന അറിയാൻ പറ്റും കേട്ടോ. ഓർത്ത് നോക്കുക, നിങ്ങൾ ഇവിടെ തിരിച്ചു വെച്ച് പറയിപ്പിക്കും. മാധവ് വീഡിയോ ഓഫ് ആണ്, വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ളതുകൊണ്ടായിരിക്കാം. ഓക്കെ കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ ഓൺ ചെയ്ത് വെക്കണം കേട്ടോ. ഓക്കെ, പറയണം കേട്ടോ, അല്ലെങ്കിൽ ഇത് പഠിത്തമാവില്ല. ഓക്കെ, മൊളാരിറ്റി ക്യാപിറ്റൽ M ഈക്വൽ ടു എന്ന് പറഞ്ഞേ നമ്പർ ഓഫ് മോൾസ് ഓഫ് സോല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. 2 ആയിട്ടുള്ളൂ. നമ്പർ ഓഫ് മോൾസ് ഓഫ് സോല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. നമ്പർ ഓഫ് മോൾസ് ഓഫ് സോല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. നമ്പർ ഓഫ് മോൾസ് ഓഫ് സോല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. ക്ലിയർ ആണോ? ഓക്കെ, റെഡിമെയ്ഡ് ഇക്വേഷൻ അവിടെ ഉണ്ടായിരുന്നു. റെഡിമെയ്ഡ് ഇക്വേഷനിൽ ഒബ്സർവ് ചെയ്ത് പഠിക്കണം കേട്ടോ. ഓർത്ത് നോക്കുക, അത് കണ്ടോ, ഈ രണ്ടിനും ഒരേപോലെയാണ് സ്റ്റാർട്ടിങ്. എന്തായിരുന്നു? W2 by M2, W2 by M2. ഇവിടെയും എന്ത് തന്നെയാ? W2 by M2. അപ്പൊ മൊളാരിറ്റി ചോദിച്ചാലും ആദ്യത്തെ പദം എന്താ? W2 by M2, W2 by M2. ഇനി ഇവിടെ നോക്കുക, 1000 by വോളിയം. ഇവിടെ വോളിയം പറയുന്നുണ്ട് കേട്ടോ, 1000 by വോളിയം ഉണ്ടോ? ഓക്കെ, അപ്പോ ക്യാപിറ്റൽ M ഈക്വൽ ടു W2 ഡിവൈഡഡ് ബൈ M2 ഇൻറ്റു 1000 by V. 1000 by V. ഒന്നും കൂടി പറഞ്ഞേ, ക്യാപിറ്റൽ M ഈക്വൽ ടു W2 ഡിവൈഡഡ് ബൈ M2 ഇൻറ്റു 1000 by V. W2 ഈക്വൽ ടു M ഈക്വൽ ടു W2 ഡിവൈഡഡ് ബൈ M2 ഇൻറ്റു 1000 by V ഉണ്ടോ? ഓക്കെ, 1000 by V. അപ്പോ അവിടെ ക്ലിയർ അല്ലേ? ഏകദേശം ഓക്കെ അല്ലേ? Then നമുക്ക് അടുത്തതിലേക്ക് വരാം. മൊളാലിറ്റി LITY. മൊളാലിറ്റി സ്മോൾ ലെറ്റർ M ഈക്വൽ ടു എന്ന് പറഞ്ഞേ നമ്പർ ഓഫ് മോൾസ് ഓഫ് സോല്യൂട്ട് ഉണ്ടോ? രണ്ടിലും ഒരേപോലെയാണ് ഉണ്ടോ? ഓക്കെ, ഡിവൈഡഡ് ബൈ എന്തായിരുന്നു? മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം. മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം. ഒന്നുകൂടി തുടങ്ങി ഒരുമിച്ച് കേട്ടോ. മോൾസ് ഓഫ് സോല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം. Then മൊളാലിറ്റി ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സോല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം. 2 ടൈം ആയിട്ടുള്ളൂ. Then മൊളാലിറ്റി ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സോല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം. Then മൊളാലിറ്റി M ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സോല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം. Then മൊളാലിറ്റി ക്യാപിറ്റൽ സ്മോൾ ലെറ്റർ M ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സോല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം. Then small letter M equal to W2 divided by M2 into 1000 by W1 അല്ലെ? ഗ്രാം ആണ് ആക്ച്വലി വരുന്നത്. അപ്പൊ റിപ്പീറ്റ് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം അല്ലെ? ഓക്കെ, എന്നാലാണ് കണ്ടില്ല അർജന്റീനയിൽ മെസ്സി ഗോൾ അടിച്ചില്ലേ, 3 ഗോൾ അടിച്ചു. പുള്ളി ഇത്രയും നാളായി അല്ലെ? പ്രാക്ടീസ് ചെയ്തിട്ട് ഇറങ്ങണേ. ചോദിച്ചു നോക്കി കേട്ടോ. ഓർത്ത് നോക്കാം, തിരക്കായതുകൊണ്ടല്ല ഞാൻ ചോദിച്ചു തന്നെ കേട്ടോ. ഓക്കെ, അപ്പോ അത്രയും പ്രാക്ടീസ് ചെയ്ത് നിൽക്കുന്നത്, അല്ലെങ്കിൽ പുതിയ ആൾക്കാർ വന്ന് എടുത്തോണ്ട് പോകും അല്ലെ? ഓക്കെ, ഫാസ്റ്റ് ആയിട്ട് ക്ലിയർ ചെയ്ത് നമ്മളപ്പോ പ്രാക്ടീസ് ചെയ്യണം. ഇത് പഠിച്ചു എന്നിരുന്ന ആളെ കാണുമ്പോൾ ഞാൻ പഠിച്ചോണം, ഞാൻ പ്രാക്ടീസ് ചെയ്യണം. ആ പരിപാടി ഇല്ല. എന്ത് ചെയ്യണം? കിട്ടണം. വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യണം? ഇന്ന് പഠിച്ചോണം, അതുകൊണ്ട് പിന്നെ പണ്ട ബുക്ക് കാണുമ്പോൾ തന്നെ അടച്ചോ. ആ പരിപാടിയല്ല. വേഗം തന്നെ കറക്റ്റ് 1 മിനിറ്റ് സെറ്റ് ചെയ്യുക, അതുകൊണ്ട് വായിക്കുക കേട്ടോ. നല്ല അൾട്രാ ക്ലിയർ ആയിരിക്കണം കൺസെപ്റ്റ്. എന്നിട്ട് വേണം ക്വസ്റ്റൻസ് നമുക്ക് ഇപ്പൊ തന്നെ നോക്കാനായിട്ട് കേട്ടോ. ഇതിന്റെ ക്വസ്റ്റൻസ് ചെയ്യുമ്പോൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ടൊക്കെ നമുക്ക് പറ്റണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് അടുത്ത മോൾ ഫ്രാക്ഷൻ ആണ് കേട്ടോ. ഈ 3 ചോദിക്കുന്നത്. മാസ് പ്രസിഡന്റ് നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഈ 3 തന്നെയാണ് നോക്കുന്നത്. അതും കൂടി പറയിപ്പിച്ചേക്കാം എന്തായാലും. ഓക്കെ, ദെൻ മോൾ ഫ്രാക്ഷൻ കൈ എ ഇത്രയും പറഞ്ഞാൽ മതി കേട്ടോ. കൈ ഈക്വൽ ടു NA by NA plus NB. കൈ ഈക്വൽ ടു NA plus NB കേട്ടോ. ഓർത്ത് നോക്കാം, ഒരു എക്സിനെ പോലെയാണ് ഇതിനെ പറയുന്നതാണ്, കൈ എന്നാണ് ആക്ച്വലി കേട്ടോ. ഓർത്ത് നോക്കാം. കൈ എ ഈക്വൽ ടു NA by NA plus NB. കൈ ബി ഈക്വൽ ടു NB divided by NA plus NB. കൈ ബി ഈക്വൽ ടു NB divided by NA plus NB. കൈ എ പ്ലസ് കൈ ബി ഈക്വൽ ടു 1. കൈ എ പ്ലസ് കൈ ബി ഈക്വൽ ടു 1. NA എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്പർ ഓഫ് മോൾസ് ഓഫ് എന്താ സോൾവെന്റ് കേട്ടോ. എ വന്ന സോൾവെന്റ്, ബി വന്ന എന്തായിരിക്കും? സോല്യൂട്ട് കേട്ടോ. ഓക്കെ, എ വന്ന സോൾവെന്റ്, ബി വന്ന എന്തായിരിക്കും? സോല്യൂട്ട്. ഓക്കെ, അപ്പോ ക്ലിയർ ആയിട്ട് ഇത്രയും വരെ ഒന്ന് പറയാൻ പറ്റണം കേട്ടോ. ഓക്കെ, ഈ 3. ഓക്കെ, ദെൻ മാസ് പെർസെന്റേജ് എന്തായിരുന്നു? മാസ് ഓഫ് സോല്യൂട്ട് ബൈ മാസ് ഓഫ് സോല്യൂഷൻ ഇൻ 100 അല്ലേ? ഓക്കെ, ക്ലിയർ ആണ്. സ്റ്റാർട്ട് ചെയ്യാലോ? ഓക്കെ, അപ്പൊ ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ കേട്ടോ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയോ? ഇവിടെ പറയാൻ പോവാണ് ആക്ച്വലി. നീരജാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറയുന്നത്. വെരി ഗുഡ് കേട്ടോ. ഓക്കെ, നോക്കാം. നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ? ഇവിടെ പറയുന്നുണ്ട് പിള്ളേർ കേട്ടോ. ഓക്കെ, വേഗം പറഞ്ഞു. ഓക്കെ, W2 divided by M2 and 1000 divided by
molality, number of moles of solute divided by mass of solvent in kilogram. Very good. W divided by 2000 divided by mole fraction. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല അല്ലേ? ആ, അപ്പൊ പറഞ്ഞു ഫ്രാക്ഷൻ. Mole fraction chi A is equal to Na divided by Na plus Nb. Chi B is equal to Nb divided by Na plus Nb. Chi A plus chi B is equal to 1. Mass percentage is equal to mass of solute divided by total mass of the solution. കേട്ടോ, ഒരു ക്ലാപ്പ് കൊടുത്താൽ നല്ല സൂപ്പറായിട്ട് പറയാം കേട്ടോ. ഇനി ഇവർക്ക് ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ കാണാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ പറയാം കേട്ടോ. മെമ്പർ എഴുന്നേറ്റ് കേട്ടോ. ഓക്കെ, ആ ഇല്ല എല്ലാവരും പറയണം കേട്ടോ. ഓക്കെ, താൻ പറയൂ അല്ലേ? ഓക്കെ, ബാ അവിടെ ഒന്ന് പറയണം കേട്ടോ. ഞങ്ങളെങ്ങനെ 10th ചെയ്യാറ് ഇയാൾക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഓക്കെ, ആണോ? ഓ, അവിടെ പോയി ഇരുന്ന് പറയാം കേട്ടോ. കിട്ടിയില്ലെങ്കിൽ അപ്പോൾ പറഞ്ഞുതരാം കേട്ടോ. ഞാൻ അവിടെ molality, number of moles of solute divided by number of volume of solvent in kilogram. Solution in liter. W2 divided by M2 into 1000 divided by volume. പിന്നെ molality, number of moles of solute divided by number of mass of solvent in kilogram. W2 divided by M2 into 1000 divided by W1. Mole fraction chi A equal to Na divided by Na plus Nb. Chi B equal to Nb divided by Na plus Nb. Chi A plus chi B equal to 1. Mass of solute divided by mass of solution into 100. നിങ്ങൾ അല്ലേ നേരത്തെ പഠിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ടാണോ? അല്ല, നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ? 5 മിനിറ്റ് മതി അല്ലേ? 10 ചാപ്റ്റർ നമുക്ക് 2 ദിവസം കൂടെ പിടിച്ചു തീർക്കായിരുന്നു അല്ലേ? ഓക്കെ, ഇത് എന്തിനാ എങ്ങനെയെന്ന് പറയുമ്പോൾ നിങ്ങളുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾ ഇവിടെ ഇതിന്റെ മുകളിൽ പറയുമ്പോൾ നമുക്കൊരു പേടി ഉണ്ടാവും അല്ലേ? 2 കാര്യങ്ങളാണ്. നമുക്കൊരു ഫിയർ ഉണ്ടാവും. പിന്നെ തെറ്റിയപ്പോൾ പറഞ്ഞുതരാൻ ഞാനുണ്ട്, അടുത്തുണ്ട് കേട്ടോ. തെറ്റിയ മനസ്സിലൂടെ പറഞ്ഞു കേട്ടോ. അതിനെ കുറിച്ച് നിങ്ങൾക്ക് ബോധമുണ്ടോ? ഒന്ന് കിട്ടിയെങ്കിൽ പോലും കുഴപ്പമില്ല. Molarity is equal to number of moles of solute divided by volume of solution in liters. W2 by M2 into 1000 by V. Then molality is equal to mass number of moles of solute divided by mass of solvent in kg. W2 by M2 into 1000 by W1. പിന്നെ mole fraction is equal to chi A is equal to Na by Na plus Nb. Chi B is equal to Nb by Na plus Nb. Chi A plus chi B is equal to 1. Mass percentage is equal to mass of solute by mass of solution into 100. പാട്ട് പാടും. സൗണ്ട് നല്ല സൗണ്ട് അല്ലേ? ഇയാളുടെ സൗണ്ട് നല്ലൊരു എഫക്റ്റ് പോലെ എനിക്ക് തോന്നുന്നു. ഓക്കെ, പാട്ട് പാടുമോ? ശരി. ഇല്ല, പാട്ട് പാടാനുള്ള ചാൻസ് ഉണ്ട്. Molarity equal to number of moles of solute divided by volume of solution in liter. M equal to capital M equal to W2 by M2 into 1000 by V. Molality equal to number of moles of solute divided by mass of solvent in kilogram. W2 by M2 into 1000 by W1. Chi A equal to Na by Na plus Nb. Chi B equal to Nb by Na plus Nb. Chi A plus chi B equal to 1. Mass percentage equal to mass of solute divided mass of solution into 100.
ആലോചിച്ച് നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഒരു അഗ്രസീവായിട്ട് 1 hour ക്ലിയർ ആയിട്ട് പഠിച്ച് ചെയ്യാൻ Molarity number of moles of solute divided by volume of solution in liter, and W2 M equal to W2 by M2 into 1000 by V. Molarity equal to number of moles of solute divided by mass of solvent in kg. Small letter m equal to W2 by M2 into 1000 by W1 kilogram. Chi A plus Chi B equal to 1. Chi A equal to Chi A equal to Na divided by Na plus Nb. Chi B equal to Nb divided by Nb plus Na. mass percentage equal to Mass of solute divided by mass of solution, total mass of solution into 1000. 100. clap it. Molarity is equal to number of moles in solute by divided by volume of solute in volume of solution in liters. M is equal to W2 by M2 by W2 by M2 into 1000 by V, where W2 is equal to mass of number of moles, mass of solute. M2 is equal to mass of salt. Molecular mass Molecular mass of solute. Molarity is equal to number of moles present in solute by mass of solvent in kilogram. Small letter m is equal to M2 by W2 into 1000 by W1 by W1. Mole fraction Chi A is equal to Na by Na plus Nb. Chi B is equal to Nb plus Na plus Nb. Chi A plus Chi B is equal to 1. Mass percentage is equal to mass of solute by mass of solution into the 100. Molarity is equal to number of moles of solute divided by volume of solution in liter. W2 divided by M2 into 1000 by V. Molarity is equal to number of moles of solute divided by mass of solvent in kilogram. W2 by M2 into 1000 by W1. Mole fraction Chi A is equal to Na divided by Na plus Nb. Chi B is equal to Nb divided by Na plus Nb. Chi A plus Chi B is equal to 1. Mass percentage mass of solute divided by total mass of solution into 100. ഇന്നെടുത്ത ടോപ്പിക്കാണ്, അതെല്ലാവരും കൊണ്ട് ഇവിടെ ഒന്ന് പറയിപ്പിക്കും. അപ്പോൾ അയാളുടെ നോട്ടിൽ നോക്കിയിട്ട് വേഗം പഠിച്ചു. ഇവിടെ ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ പറഞ്ഞു തരുമ്പോഴേക്കും താൻ ഇവിടെ വന്ന് പറയേണ്ടി വരും കേട്ടോ. ഓക്കെ, എല്ലാവരും പറഞ്ഞു കേട്ടോ. ഓക്കെ, ദെൻ ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ നിങ്ങൾ എന്തായാലും പറയും കേട്ടോ. ഓർത്തോക്ക എന്തിനിങ്ങനെ എടുക്കുന്നു കേട്ടോ. ഓർത്തോക്ക റിവിഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു, നിങ്ങൾ വെറുതെ നോക്കിയിരുന്നു, അങ്ങനെയല്ല, ഇൻവോൾവ് ചെയ്ത് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദെൻ ഈ ടോപ്പിക്കിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ തുടങ്ങും. ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിൽ എക്സസൈസ്, ദെൻ ഫാസ്റ്റ് ട്രാക്കിന്റെ ക്വസ്റ്റ്യൻസ് പതുക്കനെ തുടങ്ങും. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ ഈ ചാപ്റ്ററിന്റെ റിവിഷൻ എന്തായാലും നെക്സ്റ്റ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കണം. അതിന്റെ എല്ലാ ദിവസവും തന്നെ നമ്മൾ ഇതിങ്ങനെ റിവൈസ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ മറന്നുപോകും. ദെൻ എക്സാം ഒക്കെ നിങ്ങൾക്ക് വരും, അടുത്ത മാസമൊക്കെ ആകുമ്പോൾ എന്തായാലും എക്സാം ഒക്കെ എന്തായാലും ഉണ്ടാവും. അപ്പോഴൊക്കെ നമുക്ക് സ്കോർ ചെയ്യണമെങ്കിൽ ഇങ്ങനെ പഠിച്ചാലേ ആവുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചിരിക്കാം. ദെൻ ഫസ്റ്റ് ജൂലിയ കേട്ടോ. ഓക്കെ,
ആ കറക്റ്റ് ഓർഡറിൽ പറയാം കേട്ടോ. ഓക്കെ, പറഞ്ഞു സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ ഇരിക്കുന്ന ആൾക്കാരെ എവിടെ ശ്രദ്ധിച്ചിരിക്കും കേട്ടോ, പറയുമ്പോൾ ശ്രദ്ധിച്ചിരിക്കും. സ്റ്റാർട്ട് ചെയ്തോ മോനെ. Capital M equals W2 by M2 into 1000 by V. Molality equal to number of moles in solute divided by mass of solvent in kilogram. Okay. A small letter m is equal to W2 by M2 into 1000 by W1. Okay. Mole fraction equals chi A equals Na by Na plus B, Na plus Nb. And chi B equals Nb by Na plus Nb. Mass percentage equals mass of solute by mass of solution into 100. ഓക്കെ കേട്ടോ, ഓക്കെ നന്നായിട്ട് പറഞ്ഞിട്ട് കേട്ടോ. ഓക്കെ, ഒരു ക്ലാപ്പ് ചെയ്തേ ഓൺലൈൻ ഇരിക്കുന്നു. നെക്സ്റ്റ് ജൂലിയ പറഞ്ഞു കഴിഞ്ഞു. ഏഞ്ചല കേട്ടോ. ഓക്കെ, ഏഞ്ചല പറഞ്ഞു. Molarity equal to number of moles of solute divided by volume of solution in liters. Capital M is equal to W2 by M2 into 1000 by volume. Molarity is equal to number of moles of solute divided by mass of solvent in kilogram. Small letter m is equal to W2 by M2 into 1000 by W1. ഓക്കെ. Mole fraction chi A is equal to Na by Na plus Nb. Chi B is equal to Nb by Na plus Nb, and chi A plus chi B is equal to 1. ഓക്കെ. Mass percentage is equal to mass of solute divided by mass of solution to 100. വെരി ഗുഡ് കേട്ടോ. ഓക്കെ, ദെൻ ഒരു ക്ലാപ്പ് ചെയ്ത്. നെക്സ്റ്റ് കരൺ കേട്ടോ. ഓക്കെ, കരൺ സ്റ്റാർട്ട് ചെയ്തോട്ടോ. കരൺ പറയാൻ പറ്റുന്നില്ലേ? മൈക്ക് ഇഷ്യൂ ആണോ? മൈക്ക് ഓഫ് ആണ് മോനെ. മൈക്ക് ഓൺ ആക്കിയേ. ഇഷ്യൂ ആണോ? മെസ്സേജ് അയക്കാം. മോൻ മൈക്ക് ഓൺ ആക്കേണ്ടത് തോന്നുന്നല്ലേ? പക്ഷെ ഇവിടെ കറണ്ട് ടെക്നിക്കൽ എറർ ആണോ? എന്താണ് മോനെ പറയും? മൈക്ക് വർക്ക് ചെയ്യുന്നില്ല അല്ലേ? ഓക്കെ, പഠിച്ചേക്കണം കേട്ടോ. ഞാൻ അല്ലാത്ത സമയത്ത് വരും കേട്ടോ. ഓക്കെ, ചോദിക്കും കുറച്ച് കഴിയുമ്പോൾ. അപ്പോൾ ക്ലിയർ ആക്കി ഒന്ന് ചെയ്യാം. ടേൺ ഓൺ ആണ്. ഓക്കെ, ശരിയാവുന്നില്ല. മാധവ് പറയാലോ? ഓക്കെ അല്ലേ? ഞാൻ പറഞ്ഞു കേട്ടോ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തു. W1 മൊളാലിറ്റി അല്ലേ പറഞ്ഞു? W1. ഓക്കെ. NB then ഓക്കെ, റൈറ്റ് ആണ്. then ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഒരു ക്ലാപ്പ് ചെയ്ത്. ഒരാളുടെ മൈക്കിന് ഇഷ്യൂ ഉണ്ട്, ബാക്കി എല്ലാവരും തന്നെ പറഞ്ഞു. ദെൻ നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യണം കേട്ടോ. ഓക്കെ, ഇനി ഒരാളും കൂടി ഉണ്ട് ഇവിടെ പറയാനായിട്ട് കേട്ടോ. ഓക്കെ, ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്തതിന് ശേഷം അയാളെ കൊണ്ട് പറയിപ്പിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവിടെ ഒന്നും പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. ഓക്കെ, ഇന്നെടുത്ത കാര്യമാണ് കേട്ടോ. ഓക്കെ, നമ്മൾ സ്റ്റഡി സെക്ഷൻ അല്ലെങ്കിൽ റിവിഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റണം കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുന്നില്ല അല്ലേ? അതിന് എന്തെങ്കിലും റീസൺ ഉണ്ടാവും. അത് നമുക്ക് മാറ്റി ക്ലിയർ ചെയ്ത് പോകണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ചെയ്യണ സമയത്ത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എക്സസൈസ് ക്വസ്റ്റൻ ആണ്. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ, ഇവിടെ ടെക്സ്റ്റ് ബുക്ക് ഉള്ള ആൾക്കാർ എന്തായാലും ക്വസ്റ്റൻ എഴുതേണ്ടി വരും കേട്ടോ. ഓക്കെ, അപ്പോൾ ക്വസ്റ്റൻ നമ്പർ എക്സസൈസിൽ 1.5
അപ്പൊ ആദ്യം നിങ്ങൾ ഓർത്ത് നോക്കുക, ടെക്സ്റ്റ് ബുക്കുകളിലെ ക്വസ്റ്റ്യൻസുകളാണ് നിങ്ങൾ ആദ്യം കുറെയൊക്കെ ചെയ്ത് തീർക്കേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിലെ 1.5 ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റൻ ആണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ചെയ്തിരുന്നു ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസ് ക്വസ്റ്റ്യൻ അല്ലെ, എംപിരിക്കൽ ഫോർമുലയുടെ ഒക്കെ ചെയ്തിരുന്നു, ഓർമ്മയുണ്ടോ? ആ, അപ്പോ അതുപോലെ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസ് 1.5 ക്വസ്റ്റൻ എഴുതിക്കോട്ടെ എല്ലാവരും. എക്സസൈസ് ആണ് 1.5. കാൽക്കുലേറ്റ്, ക്വസ്റ്റൻ എഴുതി വെച്ചേ, കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് സോഡിയം അസറ്റേറ്റ്. കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് സോഡിയം അസറ്റേറ്റ്. മാസ് ഓഫ് സോഡിയം അസറ്റേറ്റ്. ബ്രാക്കറ്റിൽ അതിന്റെ മോളിക്കുലർ ഫോർമുല വന്നിട്ടുണ്ട് CH3COONA. CH3COONA ഇതാണ് സോഡിയം അസറ്റേറ്റ്. CH3COONA. CH3COONA തന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, CH3COONA. Record to make record ഉണ്ട് REQUIRED UIRED. Record to make 500 ml of 0.375 molar aqueous solution. 0.375 molar aqueous solution. Molar aqueous solution. Molar aqueous solution. Full stop. Molar mass of sodium acetate is, molar mass of sodium acetate is 82.0245 gram. Molar mass of sodium acetate is 82.0245 gram per mole. 82.0245 gram per mole. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് ഇതിലേത് ഇക്വേഷൻ ആണ്, നിങ്ങൾ ഇക്വേഷൻ ഒക്കെ ഇവിടെ വന്ന് പഠിച്ചു, പറഞ്ഞു, ക്ലിയർ ചെയ്തു, പക്ഷെ ഇതിലേത് ഇക്വേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്? ഓക്കെ, അതാണ് ആദ്യം ഓർത്ത് വെക്കേണ്ടത്. ഏത് ഇക്വേഷൻ ആണ്? മൊളാരിറ്റി ആണോ, മൊളാലിറ്റി ആണോ, മോൾ ഫ്രാക്ഷൻ ആണോ? ഏതായിരിക്കും? മൊളാരിറ്റി. വെരി ഗുഡ്. എന്തുകൊണ്ടാണ് അത്? മോളാർ. എന്ത് തന്നിട്ടുണ്ട്? മോളാർ അല്ലേ? ഓക്കെ, അവിടെ ഒരു വേർഡ് ഉപയോഗിച്ചു, മോളാർ എന്ന് പറഞ്ഞിട്ടുണ്ട്. മോളാർ എന്ന് കണ്ടാൽ അതെന്തായിരിക്കണം? മൊളാരിറ്റി. അപ്പൊ ഈ ഇക്വേഷൻ എഴുതി. മൊളാരിറ്റിയുടെ ഈ നാണ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുന്നതെന്ന് മനസ്സിലായി. അപ്പോ ആ മൊളാരിറ്റിയുടെ ഈ രണ്ട് ഇക്വേഷൻ വേഗം എടുത്ത് എഴുതിയേ. മൊളാരിറ്റിയുടെ രണ്ട് ഇക്വേഷൻ. ഇരിറ്റി കേട്ടോ. എന്തുകൊണ്ടാണ് ഇരിറ്റി ആയത്? മോളാർ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? ഞാൻ പറഞ്ഞു മോളാർ എന്ന് കണ്ടാൽ മൊളാരിറ്റി. ഇനി മൊളാലിറ്റിയുടെ അവിടെ നിങ്ങളൊന്ന് എഴുതി വെക്കുക കേട്ടോ. മോളാൽ. മൊളാലിറ്റീനെ എന്താ വിളിക്കണേ? മോളാൽ എന്ന് കാണും കേട്ടോ. ഓക്കെ, മൊളാലിറ്റിയുടെ അവിടെ ഒന്ന് എഴുതി വെച്ചേക്ക് കേട്ടോ. നേരത്തെ എഴുതിയേക്കുന്ന ഹെഡിങ്ങിന് അവിടെ എഴുതി വെക്കുക മോളാൽ സൊല്യൂഷൻ. മൊളാലിറ്റീനെ എന്താ വിളിക്കണേ? മോളാൽ. മൊളാരിറ്റീനെ എന്താ വിളിക്കുന്നത്? മോളാർ. കണ്ടോ? അപ്പൊ ഈ ക്വസ്റ്റനില് മോളാർ എന്നുണ്ട്. മോളാർ എന്ന് കണ്ട ഈ ക്വസ്റ്റൻ എഴുതണം. ആകെ ക്ലൂ അതാണ് പെട്ടെന്ന് നോക്കുന്നത് കേട്ടോ. ഓക്കെ, വേറെ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾക്ക് മോളാർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഇത്രയും ഇക്വേഷൻ കേട്ടോ. ഓക്കെ, മാസ് പെർസെന്റേജ് അല്ല, ഇത്രയും. പിന്നെ ആൻസർ ആണ് എഴുതുന്നത് കേട്ടോ. ആൻസർ എഴുതുമ്പോ ഇതുപോലെ ഇങ്ങനെ എടുത്ത് എഴുതണം ഫസ്റ്റ്. Then the equation ഇത്ര എഴുതി എല്ലാവരും കറക്റ്റ് ആയിട്ട്. Then മൊളാരിറ്റി തന്നിട്ടുണ്ട്. ക്യാപിറ്റൽ എം. മൊളാരിറ്റി എത്രയാ പറഞ്ഞെന്ന് പറഞ്ഞു കഴിയുന്ന മൊളാരിറ്റി എത്രയാ പറഞ്ഞേ? 0.375. അപ്പൊ ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ പിന്നെ ഗിവൺ ആണ് അല്ലെ? ഗിവൺ നമ്മളെപ്പോഴും ആദ്യത്തെ ഇക്വേഷൻ എഴുതി. അത് കഴിഞ്ഞിട്ട് ഫോർമാറ്റ് കറക്റ്റ് ആയിരിക്കണം കേട്ടോ. ഇങ്ങനെ തന്നെ എഴുതണം നിങ്ങൾ. ഇതേ മൊളാരിറ്റി അങ്ങനെ എഴുതണം. മൊളാരിറ്റി M = ഫുൾ ആയിട്ട് എഴുതണം കേട്ടോ. മൊളാരിറ്റി M = 0.375 കേട്ടോ. പല കുട്ടികളും നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസർ എഴുതി വെക്കും കേട്ടോ. ഇപ്പൊ നമുക്കറിയാലോ ഓൺ സ്ക്രീനിങ് ആണ് +2 അങ്ങനെ എഴുതി വന്നേക്കുന്നതിന്റെ മെയിൻ എഫക്ട് കറക്റ്റ് ഫുൾ ലാസ്റ്റ് ആൻസർ കറക്റ്റ് ആണെന്ന് കരുതാ. അര മാർക്ക് തരും ലാസ്റ്റ് ആൻസറിന്. ഓൺ സ്ക്രീനിങ് അനുസരിച്ച് പുതിയ ഇതാണ് സ്റ്റെപ്പുകൾ. ഓരോ സ്റ്റെപ്പിനും മാർക്കാ കൊടുക്കാൻ പറ്റൂല ടീച്ചറിന്. ഇപ്പൊ ഇയാൾക്ക് ഭയങ്കര ഇഷ്ടം ആഗ്രഹമുണ്ട് ആ കൊച്ചിന് ഫുൾ മാർക്ക് കൊടുക്കണം, പറ്റൂല. ഓൺ സ്ക്രീനിങ് അനുസരിച്ച് ഇന്ന ക്രൈറ്റീരിയ അനുസരിച്ച് സെലക്ഷൻ വരുന്ന ഇങ്ങനെ ഒരു ഇത്. ആ സെലക്ഷൻ അനുസരിച്ചിട്ട് അവിടെ നമുക്ക് ടിക്ക് ചെയ്യാം, എക്സ്ട്രാ കൊടുക്കാം എന്നല്ലാതെ വെറുതെ മാർക്ക് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഗിവൺ എഴുതി, ഇക്വേഷൻസ് എഴുതി, സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തു. അത്രയും കൊച്ചിന് ചിലപ്പോൾ എന്ത് കിട്ടും? ഇപ്പൊ 3 ഇല്ല എത്ര കിട്ടും? 2.5.
ഒരു കൊച്ച് എല്ലാ സബ്സ്റ്റിറ്റ്യൂഷൻ എഴുതി ലാസ്റ്റ് ആൻസർ എഴുതി, അവന് ചിലപ്പോൾ അരമാർക്ക് കിട്ടുള്ളൂ. എന്താ റീസൺ? സ്റ്റെപ്പില്ല. അപ്പോ നമുക്ക് ചെയ്യുന്നതിലെല്ലാം മെത്തേഡ് ശ്രദ്ധിക്കുക. ഇനി ഞാൻ ഇപ്പൊ കഴിയുന്ന പറഞ്ഞ ഇപ്പൊ ഈ കഴിഞ്ഞതില് റീവാലുവേഷന് വേണ്ടി ഇഷ്ടം പോലെ പിള്ളേര്, നമ്മുടെ ഇവിടെ പിള്ളേർ തന്നെയാണ് റീവാലുവേഷന് വേണ്ടി തന്നു. അപ്പൊ നോക്കിയ സമയത്ത് സ്റ്റെപ്പുകൾ ഇപ്പം മാത്സിൽ വന്നിട്ടുണ്ട്. മാത്സിൽ ഓൾട്ടർനേറ്റീവ് മെത്തേഡ് ഉപയോഗിക്കാമല്ലോ. നിങ്ങൾക്ക് തന്നെ +2 ഒക്കെ 10th ഒക്കെ നോക്കിയ ആൾക്കാർക്കൊക്കെ അറിയാം. നമുക്ക് വേണമെങ്കിൽ എന്താണ് മറ്റേ RD ശർമ്മയുടെ ബുക്ക്, അതില് ഒരു രീതിയായിരിക്കും. നിങ്ങൾ ഓസ്മോൾ എടുത്തു, അതിൽ വേറൊരു രീതിയായിരിക്കും. ഇനി ഇത് മറ്റേ ബോർഡിൽ ഏത് രീതിയായിരിക്കും? ഈ 2 രീതിയിലല്ലെങ്കിൽ അപ്പോൾ ചില സ്റ്റെപ്പുകളിൽ അങ്ങനെ മാർക്ക് കൊടുക്കണില്ല. മനസ്സിലായി? അപ്പോൾ അത് പിന്നെ റീവാലുവേഷൻ കിട്ടുന്ന പറയണേ. ഇപ്പോൾ നമ്മൾ നോക്കണ സമയത്ത് അത് പിന്നെയും കുഴപ്പമില്ല. സ്റ്റെപ്പുകൾ ഇല്ലെങ്കിൽ എന്ത് പറ്റും? കിട്ടും. അതുകൊണ്ട് ഇത്രയും റിപ്പീറ്റേഷൻ പറയുന്നത് നിങ്ങൾ എഴുതണം കേട്ടോ. ഓർത്ത് നോക്കതേ എം എനിക്ക് നേരെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ അറിയാത്തതുകൊണ്ടല്ല, ഇക്വേഷൻ എഴുതണം. എമ്മിന് 0.37. ഇനി ശ്രദ്ധിക്കുക, ഇവിടെ വോളിയം തന്നിട്ടുണ്ട് വി. വോളിയം തന്നെ എഴുതണം കേട്ടോ. വി വോളിയം എത്രയാ പറയും? 500 ml ഉണ്ടോ? ഓർത്ത് നോക്കാം, 500 ml. ഓക്കെ. നെക്സ്റ്റ് അടുത്ത എന്തായിരുന്നു? ആക്ച്വലി M2 മോളിക്കുലർ മാസ് അല്ലെങ്കിൽ മോളാർ മാസ് കേട്ടോ. ഓക്കെ. M2 എന്ന് എഴുതുമ്പോൾ നിങ്ങൾ എഴുതണം കേട്ടോ. എന്താണ്? മോളിക്കുലർ മാസ്, അല്ലെങ്കിൽ അവിടെ എന്താ മോളാർ മാസ് കണ്ടോ? ഓർത്ത് നോക്കാം. മോളിക്കുലർ മാസ് ഓർ മോളാർ മാസ് ഓഫ് സോല്യൂട്ട് M2 എത്രയായിരുന്നു വന്നേക്കുന്നത് പറഞ്ഞേ? 82.0245 ഉണ്ടോ? ഓക്കെ. ഇത്ര എഴുതി. ഇനി എന്താ കണ്ടെത്തേണ്ടത് ഇതില്? ഇപ്പൊ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം എന്തായിരിക്കും? മാസ് ഓഫ് സോല്യൂട്ട്. എന്താ കണ്ടെത്തേണ്ടത്? മാസ് ഓഫ് സോല്യൂട്ട് കണ്ടോ. ഓക്കെ. ഇത് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. മാസ് ഓഫ് സോല്യൂട്ട് എന്തായിരുന്നു? ക്വസ്റ്റ്യൻ മാർക്ക്. ഇത്ര എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായി അല്ലേ? അപ്പൊ 3 മാർക്ക് ക്വസ്റ്റൻ ആണെങ്കിൽ ഇത്ര എഴുതി കഴിയുമ്പോൾ തന്നെ ഗിവൺ ആയി ഒരു 1 മാർക്ക് കിട്ടി. ഇക്വേഷൻ എഴുതി സബ്സ്റ്റിറ്റ്യൂഷൻ്റെ കാര്യങ്ങൾ എഴുതി. ഇനി നേരെ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അടുത്തൊരു 1 മാർക്ക് കൂടി കിട്ടും. ഓക്കെ. ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഒന്ന് പറഞ്ഞ ഇതില് 0.375 ഈക്വൽ ടു എന്ത് വരും? W2 എത്രയാ അറിയില്ല അല്ലെ? വെയിറ്റ് ഓഫ് സോല്യൂട്ട് അറിയില്ല. ഡിവൈഡഡ് ബൈ M2 എന്ന് പറയുമ്പോൾ എത്രയാ? 82.0245 ഇൻറ്റു 1000 ml ആയതുകൊണ്ടാണ് നമ്മൾ കണ്ടോ. ഇത് ml അതുകൊണ്ടാണ് 1000 കൊടുക്കുന്നത് അല്ലേ? ഓക്കെ. അല്ലെങ്കിൽ ml കൺവേർട്ട് ചെയ്തിട്ട് കൊടുക്കണം. ഇപ്പൊ 500 ഇത്രയും കൊടുക്കുക. ഓക്കെ. ഇനി ഒന്ന് റീഅറേഞ്ച്മെന്റ് ചെയ്തേ. W2 ഈക്വൽ ടു എന്നിട്ട് നിങ്ങൾ ക്യാൻസൽ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ. എപ്പോഴും അങ്ങനെ ചെയ്യാൻ നോക്കുക. 0.375 അല്ലെ? ഇതിനേക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുപോകും. അറിയാലോ, ഡൗട്ടില്ലല്ലോ അല്ലെ? ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുപോകുന്നത് 82.0245 ഇൻറ്റു 500 ഡിവൈഡഡ് ബൈ 1000 അല്ലേ? ഇവിടെ നിങ്ങൾ ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. അപ്പോൾ വേണമെങ്കിൽ 500 ഇവിടെ 1000 ആണ്. സോറി 1000 ഇതിൽ ക്യാൻസൽ ചെയ്യുമ്പോൾ 2 ഉണ്ട്. ഓക്കെ. ഇനി അത് കട്ട് ചെയ്ത് ഈ W2 കണ്ടെത്താം. ഇതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരും കേട്ടോ. ഓക്കെ. ഇത് ഇത്രയും പോർഷൻ ഇനി വീട്ടിൽ പോയിട്ട് ചെയ്യാം. ഓക്കെ. ഇവിടം വരെ ചെയ്യാം. കിട്ടി ആർക്കെങ്കിലും? ഇത്ര സമയം കൊണ്ട് ചെയ്തോ? കിട്ടി? എത്ര കിട്ടി? ചെയ്തുകൊണ്ടിരിക്കും അല്ലേ? ഓക്കെ. ഇവിടെ അപ്രോക്സിമേഷൻ ചെയ്ത് കുറച്ചും കൂടി എളുപ്പമുണ്ട് അല്ലേ? 82 41 വരും. 41 ഇൻറ്റു 0.375 ചെയ്ത് കഴിഞ്ഞാൽ അപ്രോക്സിമേഷൻ ആൻസർ വരും. അത്രയും ചെയ്യാം കേട്ടോ. ഓക്കെ. ബാക്കി വീട്ടിൽ പോയിട്ട് ചെയ്താൽ മതി. ഇപ്പൊ നമ്മുടെ കാൽക്കുലേഷന്റെ പോർഷൻ തീരും. ഇങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യേണ്ടത് കേട്ടോ. ഓർത്ത് നോക്കാം. ഇങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യേണ്ടത്. അപ്പൊ മെത്തേഡ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ക്ലിയർ ചെയ്തു പോയിരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ. ഓക്കെ. ഇൻഡിവിജ്വലി ഞാൻ ചെക്ക് ചെയ്യും. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കണം, എന്നിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞുതരാം. പക്ഷെ അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. ഇത് എഴുതിയിട്ട് സ്പേസ് വിടണം കേട്ടോ. കാൽക്കുലേഷന്റെ സ്പേസ് ഒക്കെ ചെയ്ത് വീട്ടിൽ പോയിട്ട് കറക്റ്റ് ആയിട്ട് ഫൈനലിലേക്ക് എഴുതണം. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ബുക്ക് ചെക്ക് ചെയ്യൂ കേട്ടോ. ബുക്ക് ചെക്ക് ചെയ്യും. അപ്പോൾ പറയണം, ക്ലിയർ ചെയ്യണം. 1.11 ക്വസ്റ്റ്യൻ എഴുതി വെച്ചോ കേട്ടോ. വാട്ട് ഈസ് ദ കോൺസെൻട്രേഷൻ ഓഫ് ഷുഗർ? ക്വസ്റ്റ്യൻ എഴുതാ. വാട്ട് ഈസ് ദ കോൺസെൻട്രേഷൻ? 1.11 ആണ് കേട്ടോ. 1.11 എക്സസൈസ്. വാട്ട് ഈസ് ദ കോൺസെൻട്രേഷൻ ഓഫ് ഷുഗർ? വിത്തിൻ ബ്രാക്കറ്റിൽ എന്റെ മോളിക്കുലർ ഫോർമുല തന്നിട്ടുണ്ട്. C12H22O11. C12H22O11 ഉണ്ടോ? വീട്ടിലെ കെയിൻ ഷുഗർ ഇല്ലേ? ഇനി കാണുമ്പോൾ അതുപോലെ പറയണം കേട്ടോ. ഓക്കെ. C12H22O11. C12H22O11. വീട്ടിൽ പോയിട്ട് ഇന്ന് എന്തായാലും പറഞ്ഞു കൊടുക്കണം കേട്ടോ. വീട്ടിൽ അമ്മയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കണം. ഷുഗർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? C12H22
O11. ഞാൻ ചോദിക്കും, പാരന്റ്സ് മീറ്റിംഗ് വെക്കും എന്തായാലും കുറച്ച് ആളെയും. അപ്പം ഞാൻ ചോദിക്കും ഷുഗറിന്റെ പിന്നെ വെക്കണ്ടേ? അതുണ്ട്, ആ പരിപാടി ഉണ്ട് കേട്ടോ, ഓർത്ത് നോക്കാം. ഇപ്പോഴല്ല, ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെ ആകുമ്പോൾ ഇൻഡിവിജ്വലി ചെക്ക് ചെയ്യാനായിട്ടാണ്. അല്ലെങ്കിൽ സെപ്റ്റംബർ ഒക്ടോബർ ഒക്കെ ആകുമ്പോൾ തുടങ്ങും. കാരണം നിങ്ങളുടെ ഇവാലുവേഷൻ ആ സമയത്ത് ആയി തുടങ്ങും. +2 മാത്രത്തിന് നേരത്തെ ആവും, നിങ്ങൾക്ക് ഇച്ചിരി സമയമൊക്കെ തരും. കാരണം സ്കൂളിൽ ഒരു 2 ടെസ്റ്റും ഇവിടെ അപ്പോഴേക്കും നമുക്ക് ഒരു 4 ടെസ്റ്റെങ്കിലും കിട്ടും. അപ്പോൾ അവിടെ നോട്ട് ഇവാലുവേറ്റ് എന്ത് ചെയ്യണം എന്നുള്ള രീതിയിൽ ഇതാവും. C12 H22O11 കേട്ടോ, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ഇൻ മോൾ പെർ ലിറ്റർ if it's 20 gram are dissolved in enough water to make a final volume up to 2 liter. What is the concentration of sugar C12 H22O11 in mole per liter if it's 20 gram are dissolved in a water to make a final volume up to 2 liter? അപ്പോൾ ആരാണ് സോല്യൂട്ട്, ആരാണ് സോൾവെന്റ്? ഏത് ഇക്വേഷൻ ആണ് യൂസ് ചെയ്യണ്ടേ? മൊളാലിറ്റി ആണോ മൊളാരിറ്റി ആണോ? റിറ്റി. വാട്ട് ഇസ് ദ റീസൺ? കോൺസെൻട്രേഷൻ ഓഫ് ഷുഗർ എന്തിലും പറയാം, മൊളാരിറ്റിയിലും പറയാം, മോൾ ഫ്രാക്ഷനിലും പറയാം. പക്ഷെ അവിടെ പറഞ്ഞിട്ടുണ്ട്, യൂണിറ്റ് തന്നിട്ടുണ്ട്, ഇൻ മോൾ പെർ ലിറ്റർ. എന്താ പറഞ്ഞേക്കുന്നത്? മോൾ പെർ ലിറ്റർ. അത് മാത്രമാണ് അവർ അടുത്തതിൽ പറ്റിക്കാൻ വേണ്ടി എന്ത് എഴുതും? മോൾ പെർ കിലോഗ്രാം. സെയിം ക്വസ്റ്റ്യൻ മോൾ പെർ കിലോഗ്രാമിൽ ചോദിക്കാം. ഓർത്ത് നോക്കാം. അപ്പോ മോൾ പെർ കിലോഗ്രാം തന്നിട്ടുണ്ടെങ്കിൽ ലിറ്ററിനെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ ഡെൻസിറ്റി തരും. ലിറ്ററിനെ കൺവേർട്ട് ചെയ്യാനായിട്ട് എന്ത് തരും? ഡെൻസിറ്റി. അപ്പൊ ഡെൻസിറ്റിയുടെ കാര്യം ടെക്സ്റ്റ് ബുക്കിൽ ഒരിടത്തും പറയുന്നുണ്ടോ? നമ്മൾ നേരത്തെ പറഞ്ഞു ഡെൻസിറ്റി ഈക്വൽ മാസ് ബൈ വോളിയം അല്ലേ? ഡെൻസിറ്റി ഈക്വൽ എന്തായിരുന്നു? മാസ് ബൈ വോളിയം. അങ്ങനത്തെ ക്വസ്റ്റൻ വേറെ വരും കേട്ടോ, ഓർത്ത് നോക്കാം. ഇനി ഈ ഇക്വേഷൻ ഇല്ലേ, ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് നിങ്ങൾ പഠിച്ചേക്കണം. ഇത് ഒരു ഇതാണ് ഏത് നിങ്ങൾ 11th ആയില്ലേ, പിന്നെ 11th ആയി കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചെറിയ കണ്ടന്റും ക്വസ്റ്റ്യൻസ് വൈഡ് ആയിട്ട് പോകും കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻസ് അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടി നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരാം. അത് കഴിയുമ്പോൾ ഈ ക്വസ്റ്റ്യനിൽ വെറൈറ്റി ആയി തുടങ്ങും കേട്ടോ. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ ക്വസ്റ്റ്യൻസ് ആണ്. വെറൈറ്റി എന്ന് പറഞ്ഞാൽ ആദ്യം ഡയറക്റ്റ്, പിന്നെ എന്താണ് 2 മാത്രമേ ഡയറക്റ്റ് ഉള്ളൂ, ബാക്കിയെല്ലാം ഇൻഡയറക്റ്റ് ആകും കേട്ടോ. ഓക്കെ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ അപ്ഗ്രേഡ് ചെയ്യും കേട്ടോ, പേടിക്കണ്ട. നമുക്ക് തുടങ്ങാം. ഇത് തനിയെ വേഗം ചെയ്തിട്ട് ആൻസർ കിട്ടും, പെട്ടെന്ന് കിട്ടും കേട്ടോ. ആർക്കെങ്കിലും കിട്ടി കേട്ടോ. ഓക്കെ, ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ ഇവിടെ കിട്ടി തുടങ്ങി കേട്ടോ, വേഗം ചെയ്യും. RITY. കാരണം എന്താ? മോൾ പെർ ലിറ്റർ. യൂണിറ്റ് അവിടെ എന്താ നിൽക്കുന്നത്? മോൾ പെർ ലിറ്റർ, മൊളാരിറ്റി കേട്ടോ. ഓക്കെ, ഇത് എന്തുകൊണ്ടായിരുന്നു ഈ ക്വസ്റ്റ്യനിൽ അവര് മോൾ പെർ ലിറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, എന്താ പറഞ്ഞേക്കുന്നത്? മോൾ പെർ ലിറ്റർ. മോൾ പെർ ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊളാരിറ്റി ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ എഴുതണം കേട്ടോ. ഇക്വേഷൻ എഴുതണം, റെഡിമെയ്ഡ് ഇക്വേഷൻ എഴുതണം. എന്നിട്ട് എന്താണോ ക്വസ്റ്റ്യൻ മാർക്ക് അത് ഇടണം. ദെൻ ഗിവൺ ആയിട്ടുള്ള എഴുതണം, അല്ലെങ്കിൽ ഞാൻ വെട്ടിക്കളയും, വീണ്ടും എഴുതി വെക്കും കേട്ടോ. ഗിവൺ വാല്യൂസ് എഴുതണം, എന്നിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഗിവൺ വാല്യൂ M2 എത്രയാ? കിട്ടിയ മോനോ? W2 കറക്റ്റ് ആണ്, 20 gram. M2 എങ്ങനെ കണ്ടെത്തണേ? പോളി എത്രയായിരുന്നു? 2 ലിറ്റർ അല്ലേ? ഓക്കെ, 2 ലിറ്റർ ആണ്. ഇത് ML ആണ് കേട്ടോ, ഇത് ML ആണ് എഴുതി വെച്ചേക്കണം നമുക്ക് കേട്ടോ. കണ്ടോ? VML. സ്മോൾ ലെറ്റർ ക്യാപിറ്റൽ M = 1000/VML. അവിടെ ലിറ്റർ ആണ്, ഇവിടെ എന്താ ML. എന്തുകൊണ്ടാ? നമ്മളിവിടെ 1000 കൊടുക്കുന്നത് അതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ 1000 കൊടുക്കണ്ട ലിറ്റർ വരും. ഇപ്പൊ ഇവിടെ ലിറ്റർ അല്ലേ വന്നേക്കുന്നത്, അപ്പൊ എന്ത് വേണ്ട? 1000 വേണ്ട അല്ലേ? ഓക്കെ,
ഇതിൽ എം ആണ് ക്വസ്റ്റ്യൻ മാർക്ക് വരേണ്ടത്. വി 2 ലിറ്റർ ആണ്. അപ്പോൾ അങ്ങനെ വി 2 ലിറ്റർ ആയിട്ട് കൊടുക്കണമെങ്കിൽ ഇവിടെ ഒന്നല്ലെങ്കിൽ 2 ലിറ്റർ കൊടുക്കണമെങ്കിൽ 1000 വേണ്ട, അല്ലെങ്കിൽ വീനെ എന്താക്കി കൺവേർട്ട് ചെയ്യണം, 2000 ആക്കണം ml. ഓർത്തോ? അങ്ങനെയാണെങ്കിൽ നേരെ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നല്ലെങ്കിൽ 2 ലിറ്റർ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ 2 തന്നെ കൊടുക്കുക, എന്ത് വേണ്ട, 1000 വേണ്ട. അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷൻ പഠിച്ചിട്ട് ഇങ്ങനെ കൺഫ്യൂഷൻ ആക്കേണ്ട 2000 ml into 1000 കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ലിറ്ററിനെ കൺവേർട്ട് ചെയ്യാനായിട്ട് into 1000 ആണ് കൊടുത്താൽ മതി. ദെൻ M2 എത്രയാണ്? M2 എത്ര കിട്ടി? C12H22O11. ഇതിന് നമ്മൾ ചെയ്യും, കിട്ടിയോ? 342. വെരി ഗുഡ് കേട്ടോ. ഓക്കെ, റൈറ്റ് ആണ് കേട്ടോ. അപ്പൊ 12 into 12 പ്ലസ് എന്തായിരുന്നു 22 into 1. ഇവിടെ കിട്ടി കുറെ പേർക്ക്. 11 into 16 കേട്ടോ, 342. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു കുറെയൊക്കെ കാണാതെ പഠിക്കണം, കെയിൻ ഷുഗർ പഠിക്കണം. വേറെ ഗ്ലൂക്കോസിന്റെ എത്രയായിരുന്നു? C6H12O6 എത്ര കിട്ടണേ? 180. CaCO3 കാൽസ്യം കാർബണേറ്റ് എത്രയാ? 100. കാർബൺ ഡൈ ഓക്സൈഡ് എത്രയാ? 44. CO2 അല്ലേ? അങ്ങനെയൊക്കെ പഠിച്ചാൽ നമുക്ക് ഈ ഇതിൽ പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇങ്ങനെയൊക്കെ എഴുതണം. ഇതുകൊണ്ട് ഇതുപോലെ എഴുതിയിട്ട് ഇതുപോലെ പെട്ടെന്ന് നമുക്ക് എഴുതാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പൊ കുറച്ചൊക്കെ പഠിച്ചു വെച്ചാൽ വാട്ടർ ഒക്കെ നമുക്ക് പെട്ടെന്ന് അറിയണം. 18. CH4 16 കേട്ടോ. ഓക്കെ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ബെറ്റർ ആണ്, ഫാസ്റ്റ് ആകും. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്തായിരുന്നു? M2 കിട്ടി, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അല്ലേ? അത്രേ ഉള്ളൂ. എന്നിട്ട് ആൻസർ കിട്ടി. ഇതിന്റെ ആൻസർ വേഗം കിട്ടും, അതുകൊണ്ടാണ് ചോദിച്ചത്. ഫൈനൽ ആൻസർ കിട്ടും, നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. W2 എത്രയായിരുന്നു? 20 അല്ലേ? 20 gram. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടൊന്ന് പറഞ്ഞ ആൻസർ. ഫൈനൽ ആൻസർ ഇത് വേഗം കിട്ടുന്നതാണ് എൻ്റെ ഓർമ്മ. കാരണം ബുദ്ധിമുട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ ഒന്നും ഇല്ലല്ലോ. 2/20/342 ക്യാൻസൽ ചെയ്യാൻ പറ്റും. 1000 V എഴുതുമ്പോൾ 2 എഴുതും. ഇതിന്റെ ഫൈനൽ ആൻസർ കണ്ടെത്തിക്കോ, പെട്ടെന്ന് കിട്ടും. എത്ര കിട്ടി? 34.2. വെരി ഗുഡ്. കിട്ടിയോ? വേഗം കണ്ടെത്തിയാ ചെയ്തോ? ശരിയാ, ഞാൻ ചെയ്താൽ പോരെ? 10/342 ചെയ്യും. ഇല്ലല്ലോ, ഒന്നുമല്ല. അല്ല, അത് തിരിച്ചു വരുമ്പല്ലേ? അല്ലടാ, അതെ, ഇത് 342 ഡിവൈഡഡ് ബൈ 10 വന്നു കഴിഞ്ഞാലാണ് 34.2 വരിക. ഇത് 10/34.2 സാധാരണ 0 പോയിന്റ് സംതിങ് വരും. അല്ലടാ, അത്ര കിട്ടും. ഡിവൈഡ് ചെയ്യും. എനിക്ക് കാര്യം മനസ്സിലായി കേട്ടോ. ഓക്കെ, കിട്ടിയോ മോനെ? റൈറ്റ് ആണ്. ഓക്കെ, ഗുഡ്. വേഗം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ അല്ലെ? M = 20 ഡിവൈഡഡ് ബൈ 342 into 1000/2000 അല്ലെങ്കിൽ 1/2 എന്ന് എഴുതാം. ഇങ്ങനെ കട്ടായി പോന്നു, അപ്പോ 2 വന്നു. ദെൻ ഈ 2 ഇവിടെ കട്ടായി കഴിഞ്ഞു, അപ്പൊ 10 വന്നു. സോ M = 10 ഡിവൈഡഡ് ബൈ 342. ഓക്കെ, ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഓർത്തു നോക്കുക, ന്യൂമറേറ്റർ എന്തായിരുന്നു? സ്മോളർ, ഡിനോമിനേറ്റർ ബിഗർ. അപ്പൊ ഫ്രാക്ഷൻ ആയിരിക്കും. അപ്പൊ തന്നെ എന്ത് വരും? ഫ്രാക്ഷൻ. ഇനി 342 ഡിവൈഡഡ് ബൈ 10 ആണെങ്കിൽ 34.2 വരും കേട്ടോ. ഓക്കെ, ഇതങ്ങനെയല്ല അല്ലേ? ന്യൂമറേറ്റർ സ്മോളറും ഡിനോമിനേറ്റർ എന്താ? ബിഗറും ആണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഇത് ഇങ്ങനെ ചെയ്യും. സാധാരണ രീതിയിൽ 10 342 ഇങ്ങനെയാണ് സാധാരണ ചെയ്യുക. ഇങ്ങനെ വരുമ്പോൾ എറർ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും ഒരേ നമ്പർ കൊണ്ട് നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്ത വ്യത്യാസം വരില്ലെന്ന് അറിയാലോ അല്ലെ? ഇവിടെ 3 ഡിജിറ്റ് അല്ലേ? ഇവിടെ 3 ഡിജിറ്റ് ആണെങ്കിൽ ഞാൻ into 100 ഇങ്ങനെ ചെയ്യാമല്ലോ. ഓക്കെ, ഇനി ചെയ്യണം നോക്കി കേട്ടോ. അതെ, ഇവിടെ നോക്കിയേ, ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ എന്ത് വരും? എത്ര ഡിജിറ്റ് ആയി? 1000. 342. 1000/342 ഉണ്ടോ? എന്താ ചെയ്തത്? ഒരേ നമ്പർ കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്തു. ഈ നമ്പർ എടുത്താൽ നോക്കിയേ, 1 2 3, അപ്പൊ 100 എടുത്തു. ഇനി ഒരു ഡിജിറ്റ് ഉണ്ടായിരുന്നു, ഞാൻ 10,000 എടുത്താൽ. ഇനി നിങ്ങൾക്കറിയാം 342 എത്ര ടൈം 1000 പോകും? 300 ആണെങ്കിൽ 300 into എത്ര വരും? 3 വന്നാൽ 900 വരും അല്ലേ? ഇത് എങ്ങനെ വന്നാലും 2 ടൈമേ പോവുള്ളൂ.
ഇവിടെ ഓർത്ത് നോക്കുമ്പോൾ 2 ടൈം. അപ്പോൾ എത്ര വരും? 2 ടൈംസ് ചെയ്ത് കഴിഞ്ഞാൽ 4, ഇവിടെ 8, 6 അല്ലേ? ഓക്കെ. അപ്പോൾ എത്ര വരും? 6, 1, ദെൻ എന്ത് വരും? 4 ആയിരിക്കും. 3. ഓക്കെ. ഇനി ഇവിടെ നമുക്കറിയാം ഇത് നമ്പറിനേക്കാളും ബിഗർ ആണ്. അപ്പൊ 2.0. 360 342 എത്ര ടൈം പോകും? 342 ഇൻറ്റു 10 ചെയ്താൽ എത്ര വരും? 3004 അല്ലേ? ഓക്കെ. ഇനി ആ 420 നിന്ന് 1 ഡിജിറ്റ് വന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ എത്ര വരും? 9 ടൈം. അപ്പൊ 8 അല്ലെങ്കിൽ 9 ആണ് ആക്ച്വലി. 8 അല്ലെങ്കിൽ 9 ആണ് ആക്ച്വലി പോവുക. അപ്പോൾ നോർമലി അതൊരു 8 ടൈം പോകും. ഇപ്പൊ 2.8 അപ്രോക്സിമേഷൻ ചെയ്തു 2.8. ഓക്കെ. ഇനിയും വേണമെങ്കിൽ ഫ്രാക്ഷൻ ആയിട്ട് ചെയ്തു പോവാം. അപ്പൊ അപ്രോക്സിമേഷൻ ചെയ്യുമ്പോൾ ഏകദേശം 2.8 ആണ് ഇവിടെ കിട്ടുക. ഇനി നോക്കിയോട്ടോ, ഞാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇപ്പൊ ഞാൻ എഴുതിയേക്ക് നോക്കുക. 2.8 ഡിവൈഡഡ് ബൈ ഇതുകൊണ്ടല്ലേ ചെയ്തേക്കുന്നത്? എന്ത് വരും? 100 ഇല്ലേ? ഓക്കെ. ഈ 100നെ 10⁻² എന്ന് എഴുതാനായിട്ട് അറിയാലോ. ഓക്കെ. അത് ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുവന്നാൽ എന്ത് വരും? 2.8 ഇൻറ്റു 10⁻². കേട്ടോ ഓർത്ത് നോക്കാം. അപ്പോൾ ഒരു നല്ല ഭംഗിയിലുള്ള ആൻസറിലേക്ക് വരും. അപ്പൊ ഞാൻ നേരത്തെ അല്ലെ ഒരു ഫ്രാക്ഷൻ ചെയ്യാൻ തന്നു കേട്ടോ. ഓക്കെ. അപ്പോൾ ഇത് എളുപ്പമുള്ള ആണെന്ന് കരുതിയിട്ടാ, മറ്റേ പോലെ അത്രയും ബുദ്ധിമുട്ടില്ലാത്തൊരു എളുപ്പമുള്ള ഒരു പരിപാടിയാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ഇവിടെ നിന്ന് അടുത്തൊരു ഡിജിറ്റ് ഒക്കെ കണ്ടെത്താം കേട്ടോ. ഓക്കെ. അപ്പോൾ കുഴപ്പമില്ല. അപ്പൊ ആ രീതിയിലാണ് നിങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ. ക്ലിയർ ചെയ്ത് പോവാ. അടുത്ത ക്വസ്റ്റ്യൻസ് ഇപ്പൊ കണ്ടോ. നമ്മളൊരു ക്വസ്റ്റ്യൻ ഇപ്പൊ എങ്ങനെയാ നോക്കുന്നത്? ടെക്സ്റ്റ് ബുക്ക് അതും ഇതുപോലെ വരുന്നു. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കില്ല ടെക്സ്റ്റ് ബുക്കിൽ തന്നേക്കുന്ന പോലെ ഡയറക്റ്റ് ആയിട്ട്. ചോദിച്ചോ. 9 കിട്ടി. അപ്പൊ 9 ആയിട്ടുണ്ടാവും. ഞാൻ കറക്റ്റ് ആയിട്ട് നോക്കിയില്ല. 9 വന്നല്ലേ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ 2.9 എഴുതിക്കോ കേട്ടോ. കാരണം 342 ഇൻറ്റു 9 ചെയ്യുമ്പോൾ എത്ര കിട്ടിയ മോന്? 9 ചെയ്തപ്പോ 3078. വെരി ഗുഡ് കേട്ടോ. ഓക്കെ. അപ്പൊ 2.9 എഴുതിക്കോ കേട്ടോ. 2.9 കേട്ടോ. നമ്മൾ അപ്രോക്സിമേഷൻ ചെയ്തേ. ഇവിടെ ഒന്ന് ചെയ്ത് നോക്കിയില്ല അല്ലേ? ഇപ്പൊ 2.9. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു ഡിജിറ്റ് ഒക്കെ മാക്സിമം കണ്ടെത്താം. ഏതാ അത് തന്നെ സെയിം അല്ലേ? ഇൻറ്റു 10⁻² എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. അറിയാലോ? പുറത്തേക്ക് വരും 0.029 കേട്ടോ. 0.029 കേട്ടോ. അപ്പോ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻ ആണ്. വേഗം എഴുതി വെക്കാം കേട്ടോ. 1.6 അപ്പോൾ മാത്തമാറ്റിക്കൽ സെക്ഷൻ വീട്ടിൽ പോയിട്ട് തന്നെ ചെയ്യണം. നിങ്ങൾക്ക് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിന്റെ സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. വീട്ടിൽ പോയിട്ട് റിപ്പീറ്റ് ചെയ്ത് നോക്കണം കേട്ടോ. ക്വസ്റ്റ്യൻ വായിക്കാൻ നോക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ആൻസറിലേക്കല്ല, അത് എങ്ങനെ കണ്ടെത്തുന്നു ആ രീതിയിലാണ് ചെയ്യേണ്ടത്. 1.6 കാൽക്കുലേറ്റ് ദ കോൺസെൻട്രേഷൻ ഓഫ് നൈട്രിക് ആസിഡ്. കാൽക്കുലേറ്റ് ദ കോൺസെൻട്രേഷൻ ഓഫ് നൈട്രിക് ആസിഡ് ഇൻ മോൾ പെർ ലിറ്റർ. കാൽക്കുലേറ്റ് ദ കോൺസെൻട്രേഷൻ ഓഫ് നൈട്രിക് ആസിഡ് ഇൻ മോൾ പെർ ലിറ്റർ. അപ്പൊ ഏതായിരിക്കും? മൊളാരിറ്റി. കണ്ടോ? ഓക്കെ. മൊളാരിറ്റി അല്ലാതെ ഒരു മൊളാരിറ്റിന്നോ ഒന്നും പറയില്ല. Calculate the concentration of nitric acid in mole per liter in a sample which has a density 1.41 gram per liter. 1.41 gram per liter. Sample which has a density 1.4 gram per liter and the mass percentage of nitric acid is of nitric acid in it being 69%. And the mass percentage of nitric acid in it being 69%. Repeat again. Calculate the concentration of nitric acid in mole per liter in a sample which has a density 1.41 gram per ml and the mass percentage of nitric acid in it being 69%. ഇതാണ് ക്വസ്റ്റ്യൻ കേട്ടോ. ഓക്കെ.
അപ്പോൾ ഇവിടെ നിങ്ങൾക്കറിയാം വീണ്ടും സെയിം ഇക്വേഷൻ ആണ്. അപ്പൊ ആദ്യം ഇക്വേഷൻ എഴുതി വെച്ചേ 14 20 വരെയുള്ളത് പഠിക്കണം കേട്ടോ. എല്ലാവരും 20 വരെയുള്ള ആറ്റമിക് മാസ് പഠിച്ചില്ലെങ്കിൽ ഇതിലുള്ള ഒരു ക്വസ്റ്റ്യനും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ഓർത്ത് നോക്കുക 20 വരെ നിങ്ങൾക്ക് ആറ്റമിക് മാസ് ഉണ്ടോ. ഓക്കെ, ആറ്റമിക് മാസ് എല്ലാം കറക്റ്റ് ആയിട്ട് ക്ലിയർ ചെയ്ത് പഠിക്കണം. കാരണം അത് തരില്ല നമ്മൾ അല്ലെ, കഷ്ടപ്പെട്ട് എക്സാമിന്റെ സമയത്തൊക്കെ പഠിക്കും. പക്ഷെ അത് അല്ലെ ഈ ആറ്റമിക് മാസ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് തെറ്റിപ്പോവും. ആദ്യം ഇക്വേഷൻ എഴുതണം കേട്ടോ. ഓക്കെ, ഇവിടെ നിങ്ങൾക്കറിയാം ഡെൻസിറ്റി തന്നേക്കാണ്. ഡെൻസിറ്റി തന്നു, ഒരു മാസ് പെർസെന്റേജ് തന്നു, എന്നിട്ട് ആണ് ചോദിച്ചേക്കുന്നത് അല്ലെ. ഇവിടെ മോൾ പെർ ലിറ്റർ മൊളാരിറ്റി ആണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ W2 തന്നിട്ടില്ല. M2 വേണമെങ്കിൽ HNO3 എന്ന് കണ്ടെത്താം. V തന്നിട്ടില്ല അല്ലെ. ഓക്കെ, V തന്നിട്ടില്ല. നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റാവുന്ന HNO3 ആണ്. മോളിക്കുലർ മാസ് ഓഫ് സോല്യൂട്ട് ആണ് അല്ലെ M2 കേട്ടോ. മോളിക്കുലർ മാസ് ഓഫ് സോല്യൂട്ട് HNO3 ആണ്. HNO3 ആണ്. സോ HNO3 എന്ന് എങ്ങനെ കണ്ടെത്തും? അത് എന്തായാലും കണ്ടെത്തി വെച്ചേക്കാം. HNO3 ആദ്യം 1 + 14 + എത്ര വരും? 3 × 16 എത്ര കിട്ടി? 63. അപ്പൊ 63 എന്ന് എഴുതി വെക്കാം. ഓക്കെ, 63. ദെൻ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് പെർസെന്റേജ് ആണ് തന്നേക്കുന്നത് അല്ലെ. ആ പെർസെന്റേജിൽ നിന്ന് ബാക്കിയുള്ള കണ്ടെത്തണം. ആദ്യം ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതുക കേട്ടോ. ഓക്കെ, ഒന്ന് എഴുതി വെച്ചു. ഇവര് പറഞ്ഞേക്കുന്നത് 69% ഓഫ് HNO3 എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ അവിടെ ഒന്ന് എഴുതി വെച്ചേ 69 gram ഓഫ് HNO3. അവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതണം. 69% നമ്മൾ ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോവാണ്. 69 gram HNO3, 69 gram HNO3 dissolved in a 100 gram of solution. 100 gram of solution. ഓർത്ത് നോക്കാം. അപ്പൊ 69 gram HNO3 എന്തിലുണ്ട്? 100 gram ഓഫ് സൊല്യൂഷൻ. അപ്പൊ ടോട്ടൽ മാസ് ഓഫ് സൊല്യൂഷൻ എത്രയാ? 100 gram ആണ്. ടോട്ടൽ മാസ് ഓഫ് സൊല്യൂഷൻ എത്രയാ? 100 gram കേട്ടോ. ഓക്കെ, മൊത്തം എഴുതി നോക്കുക. ടോട്ടൽ മാസ് ഓഫ് സൊല്യൂഷൻ ഈക്വൽ ടു 100 gram. ടോട്ടൽ മാസ് ഓഫ് സൊല്യൂഷൻ ഈസ് ഈക്വൽ ടു 100 gram. ടോട്ടൽ മാസ് ഓഫ് സൊല്യൂഷൻ ഈസ് ഈക്വൽ ടു 100 gram. ഇനി നിങ്ങൾക്ക് ഡെൻസിറ്റിയുടെ ഇക്വേഷൻ എഴുതണം. ഡെൻസിറ്റി ഈക്വൽ ടു മാസ് ബൈ വോളിയം നമുക്കറിയാം. പക്ഷെ നിങ്ങൾ ഒന്ന് എക്സ്പാൻഡ് ചെയ്യണം. മാസ് ഓഫ് സൊല്യൂഷൻ അങ്ങനെ തന്നെ എഴുതണം കേട്ടോ. മാസ് ഓഫ് സൊല്യൂഷൻ ഏറ്റവും കൂടുതൽ എറർ വരുന്ന ഇവിടുന്ന. മാസ് ഓഫ് സൊല്യൂഷൻ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ. ഡെൻസിറ്റി ഈക്വൽ ടു മാസ് ഓഫ് സൊല്യൂഷൻ ഡിവൈഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ. നമുക്ക് ഇവിടെ ഈ ഇക്വേഷനിൽ ആരെ വേണം? നമുക്ക് M2 നെ കിട്ടി. V വേണം അല്ലെ. V അല്ലേ വേണ്ടേ? V ഈക്വൽ ടു അപ്പൊ എന്തായിരിക്കും? ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച്മെന്റ് ചെയ്ത് V ഈക്വൽ ടു മാസ് ബൈ ഡെൻസിറ്റി. ഓക്കെ, മാസ് ഓഫ് സൊല്യൂഷൻ എത്രയായിരുന്നു? മാസ് ഓഫ് സൊല്യൂഷൻ 100 കണ്ടോ. ടോട്ടൽ എത്രയായിരുന്നു? 100. അപ്പോ 100 ബൈ എത്ര വരും? ഡെൻസിറ്റി എത്രയായിരുന്നു? 1.41 കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് ഇങ്ങനെ തന്നെ എഴുതാം, കട്ട് ചെയ്യരുത് കേട്ടോ. ഓക്കെ, ഇങ്ങനെ തന്നെ എഴുതിയേക്കണം. അപ്പോ V കിട്ടി, M2 കിട്ടി, V കിട്ടി. ദെൻ W2 എത്രയായിരിക്കും? എത്ര ഗ്രാമാണ് ഡിസോൾവ് ചെയ്തത് സോല്യൂട്ട്? 69%. അപ്പോ W2 ഉണ്ടോ, അതാണ് നമ്മൾ പറയുന്നത്. W2 എന്ന് പറയുമ്പോൾ മാസ് ഓഫ് സോല്യൂട്ട് 69 gram. ഇനി ശ്രദ്ധിച്ചറിയാം, എല്ലാം കിട്ടി. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. M ഈക്വൽ ടു എന്ത് വരും? 69 അല്ലെ. W2 എന്ന് പറയുമ്പോൾ വെയിറ്റ് ഓഫ് സോല്യൂട്ട് കേട്ടോ, മാസ് ഓഫ് സോല്യൂട്ട് അങ്ങനെയൊക്കെ എടുത്ത് എഴുതണം. M2 എന്ന് പറയുമ്പോൾ 63 into 1000 ഡിവൈഡഡ് ബൈ V. അവിടെ കണ്ടെത്തിയിട്ടുണ്ട് 100 അല്ലെ. 100 ബൈ 1.45 എവിടേക്ക് പോകുമ്പോ കണ്ടോ, ഇത് കട്ടാവും. അപ്പൊ എന്ത് വരും അല്ലെ? ഓക്കെ, 1.41 ആയിട്ട് വരും. ഇതാണ് ആൻസർ എഴുതേണ്ടത് കേട്ടോ. ഓക്കെ, ഇതിന്റെ ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് കേട്ടോ. ഇനി ഫ്രാക്ഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇനി എൻട്രൻസ് പഠിക്കുന്ന കുട്ടികൾ ശ്രദ്ധിക്കുക. എൻട്രൻസ് എവിടെയെങ്കിലും ഒക്കെ പഠിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്ന കുട്ടികൾ, അല്ലെങ്കിൽ ചില സ്കൂളുകളിൽ ഇതിന്റെ എളുപ്പമുള്ള വഴി പറഞ്ഞു കൊടുക്കും.
മൊളാരിറ്റിയും ഡെൻസിറ്റിയും തമ്മിൽ പെർസെൻറ്റേജ് തന്നാൽ മാത്രമുള്ള റിലേഷൻ ആണ് മൊളാരിറ്റി M ഈക്വൽ ടു ഇതിനെ വിളിക്കുന്ന നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് എന്ന്. അതിനെന്താ വിളിക്കുന്നത്? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടിനെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ എഴുതാം, W2/M2 ഇൻറ്റു 10D. എന്താ എഴുതുന്നത്? 10D. 10D എന്ന് പറഞ്ഞാൽ എന്താ? ഡെൻസിറ്റി കേട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇക്വേഷൻ പഠിച്ചു വെച്ചിട്ടാണ് നമ്മൾ എൻട്രൻസ് പോലുള്ള എക്സാം ഒക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഈ ഡെൻസിറ്റി തരുമ്പോൾ ഈ കഥയൊന്നും എഴുതാനായിട്ട് പറ്റത്തില്ല. കണ്ടോ? ഓർത്ത് നോക്കുക, പെട്ടെന്ന് നോക്കിയേ. കണ്ടോ? 69/63 ഇൻറ്റു എന്താണ്? 10 ഇൻറ്റു ഡെൻസിറ്റി. അങ്ങനെ എഴുതി വെക്കും, അങ്ങനെ ചെയ്യും. ചില സ്കൂളിൽ ചിലപ്പോൾ ഇത് തരും. എൻട്രൻസ് പഠിക്കുമ്പോൾ ഇത്രയും, എന്നാലാണ് നമുക്ക് ഒരു 30 to 1 അല്ലെ മിനിറ്റ്, 30 സെക്കൻഡ് മുതൽ 1 മിനിറ്റ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം അല്ലെ മിക്ക ആൻസേഴ്സും ഫിനിഷ് ചെയ്യാൻ പറ്റണം. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യണം. എല്ലാത്തിനും അങ്ങനെ ഷോർട്ട് കട്ട് ഉണ്ട് കേട്ടോ. ഓർത്തോ, എല്ലാ ഇക്വേഷൻസുകൾക്കും പെട്ടെന്നുള്ള ഷോർട്ട് കട്ടുകൾ പഠിച്ചു വെക്കും. അപ്പോൾ അതുകൊണ്ടാണ് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അത് സൈഡായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. സ്റ്റെപ്പായിട്ട് നിങ്ങൾ സ്കൂളിൽ എഴുതുന്ന എല്ലാ എക്സാമിനും സ്റ്റെപ്പ് വേണം കേട്ടോ. ഓക്കെ, ഞാൻ എടുത്ത് പറയാം. സ്റ്റെപ്പ് അല്ലെങ്കിൽ മാർക്ക് തരൂല. ഇക്വേഷൻസ് കണ്ടോ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അത് പ്രാക്ടീസ് ചെയ്ത് ഇപ്പോഴേ തന്നെ പാറ്റേൺ ആക്കണം കേട്ടോ. പല ആൾക്കാരും ഷോർട്ട് കട്ടിൽ കൂടി പഠിച്ച് അവസാനം എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആൻസർ എഴുതാൻ നോക്കും. അവിടെ എറർ വന്നു കഴിഞ്ഞാൽ ഒറ്റ മാർക്കും കിട്ടില്ല. നമ്മുടെ ഇക്വേഷന്റെ മാർക്ക് കിട്ടില്ല, സബ്സ്റ്റിറ്റ്യൂഷന്റെ മാർക്ക് കിട്ടില്ല കേട്ടോ. ഓക്കെ, അത് വരാതിരിക്കരുത്. അപ്പോൾ ക്ലിയർ ചെയ്യാം. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇത് ആൻസർ കണ്ടെത്തണം കേട്ടോ. വീട്ടിൽ ഇന്നിരുന്ന് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കണം. മാത്തമാറ്റിക്കൽ സെക്ഷൻ ആണ്. ചോദിച്ചു ജൂലിയ. ഗ്രാം പെർ ലിറ്റർ എന്ന് വന്നിട്ടുണ്ട്. അത് ഡെൻസിറ്റി ആണ് എന്ന് പറഞ്ഞാൽ 1.41 ഗ്രാം ഡിസോൾഡ് ഇൻ 1 ലിറ്റർ അങ്ങനെയാ വന്നേക്കുന്നത്. ഞാൻ ഓർത്ത് നോക്കാം. മറ്റേതിൽ പെർസെന്റേജാ. അതെ, ലിറ്റർ ആണ്. 1000 വേണ്ട. 1000 അതുമായിട്ട് ബന്ധമില്ല. ഡെൻസിറ്റി വേറെ സാധനമാണ്. ഇപ്പൊ താൻ ഓൾറെഡി ഒരു മോളിക്യൂളിന്റെ ഡെൻസിറ്റി കണ്ടെത്തി. അത് എന്തിലേ പറയുള്ളൂ? ഗ്രാം പെർ ലിറ്ററിലേ പറയുള്ളൂ. മനസ്സിലായി? അതിന് നമ്മൾ ഇവിടെ പെർസെന്റേജിലാ പറഞ്ഞേക്കുന്നത്. 69%. പെർസെന്റേജ് എന്ന് പറയുമ്പോൾ ടോട്ടൽ എത്രയേ ഉണ്ടാവുള്ളൂ? സൊല്യൂഷൻ ഇത് 100 ഉണ്ടോ? ഓർത്ത് നോക്കുക. സൊല്യൂഷൻ എത്രയേ ഉണ്ടാവുള്ളൂ? 100. മാസാണ് പറയുന്നത്. അതെ മോനെ. ലിറ്ററിലല്ല. അല്ല നമ്മള് അവിടെ ചെയ്യണം ഒരു ഇത് പറഞ്ഞുതരാം. ഇവിടെ എടുത്തേക്കുന്നത് ഗ്രാമിൽ എടുത്തേക്കുന്നത്. ഇത് കണ്ടോ? ഞാൻ എടുത്തേക്കുന്നത് 100 ഗ്രാം. അതാണ് 69 ഗ്രാം ഡിസോൾഡ് ഇൻ എന്തായിരുന്നു ആക്ച്വലി വരുന്നത്. ഈ ഡെൻസിറ്റിനെ നമ്മൾ ആ ലിറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അത് 1 ഗ്രാമിലേക്കുള്ള രീതിയിൽ വന്നു. മനസ്സിലായോ? കൺവേർട്ട് ചെയ്തു എന്ന സമയത്ത് ഗ്രാം പെർ ലിറ്റർ എന്ന് പറയുന്ന സമയത്ത്. അപ്പോ നമ്മൾ ഇവിടെ ചെയ്തേക്കുന്നത് എന്തായിരുന്നു? മാസ് ഓഫ് സൊല്യൂഷൻ എടുത്തേക്കുന്നത് 100 ഏതായിരുന്നു ആക്ച്വലി? 100 ഗ്രാമില. 100 എന്തായിരുന്നു? ഗ്രാം ആണ് ആക്ച്വലി. ഗ്രാം ആണ്. ദെൻ ഡെൻസിറ്റി എന്ന് പറയുന്ന സമയത്ത് അവിടെ ഓൾറെഡി എന്താണ് ആക്ച്വലി അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് അവിടെ വന്നേക്കുന്നത് ഗ്രാം പെർ ലിറ്റർ ആണ് ആക്ച്വലി. ഓർത്തോ, ഗ്രാം പെർ ലിറ്റർ ആണ്. അപ്പോ നമുക്ക് എന്താ പറ്റുമെന്ന് പറഞ്ഞാൽ ഇത് ഗ്രാം പെർ ലിറ്റർ ആണ് നമ്മൾ ഓൾറെഡി ഈ കണ്ടെത്തി വെച്ചേക്കുന്നത് വരുന്നത്. ഇനി ഇത് മാസം എന്തായിരുന്നു ആക്ച്വലി? മാസ് ഓഫ് സൊല്യൂഷൻ ഗ്രാമിലാണ്. ഇനി മാസ് ഓഫ് സൊല്യൂഷൻ നമുക്ക് ഇവിടെ നിന്ന് തന്നെ വേണമെങ്കിൽ ഒന്ന് മാറ്റാൻ പറ്റും. അത് കിലോഗ്രാമിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വാല്യൂ മാറും. കിലോഗ്രാം 1 എടുക്കേണ്ടി വരും അങ്ങനെയാണെങ്കിൽ അല്ലെ, കിലോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കാനായിട്ടുള്ള റീസൺ മാസ് ഓഫ് സൊല്യൂഷൻ ഗ്രാമിലാണ്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ എന്തിൽ എടുത്തു വെച്ചേക്കുന്നത് കിട്ടിയേക്കുന്നത് ഡെൻസിറ്റി കിട്ടിയേക്കുന്നത് എന്തിൽ വരുന്നത്? ML ആയിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, വോളിയം ML വരുന്നത് കേട്ടോ. ഓക്കെ, ഇപ്പൊ താൻ ചോദിച്ച ഡൗട്ട് എന്ന് പറയുന്നത് ഇതാണ് ആക്ച്വലി മാസ് ബൈ ഡെൻസിറ്റി. പക്ഷെ ഈ മാസ് ഗ്രാമിലാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഈ മാസ് ഗ്രാമിലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വന്നേക്കുന്നത് ഡെൻസിറ്റിയുടെ ഇതെന്ത് കൊടുത്തു കഴിഞ്ഞാലും ഈ ഗ്രാമിലേക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോ ഗ്രാമിൽ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വോളിയം എന്തിലായിരിക്കും? ML ആയിരിക്കും. ഇനി ഈ ഇക്വേഷൻ മോന്റെ രീതിയിൽ നമുക്ക് ഒന്ന് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് പറയണം? മാസ് ഓഫ് സൊല്യൂഷൻ ഇൻ അല്ലെ, ഓർത്ത് നോക്കുക. മാസ് ഓഫ് സൊല്യൂഷൻ ഇൻ കിലോഗ്രാം ആക്കേണ്ടി വരും കേട്ടോ. ഓർത്തോ, കിലോഗ്രാമല്ല. അപ്പൊ ഗ്രാമിൽ വരുമ്പോ അപ്പോ ഇത്ര ശ്രദ്ധിച്ചാൽ മതി. ഡെൻസിറ്റിയും മാസും ഈ വോളിയം തമ്മിൽ റിലേഷൻ വരുന്ന സമയത്ത് ഗ്രാമിൽ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും ആൻസർ കിട്ടാൻ പോകുന്നത്?
ഇതിലായിരിക്കും കിട്ടുന്നത്, ml ആയിരിക്കും വരുന്നത്. ഗ്രാമിന് പകരം നമ്മൾ കിലോഗ്രാമിൽ എടുത്തു കഴിഞ്ഞാൽ വോളിയം എന്തിൽ കിട്ടും, ലിറ്ററിലേക്ക് ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പൊ ആ രീതിയിലാണ് വരിക കേട്ടോ. ഓക്കെ, ആള് ചോദിച്ച ക്വസ്റ്റൻ ഒന്നും കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പറയാം. ആള് ചോദിച്ചത് ഇത്രയേ ഉള്ളൂ. ഡെൻസിറ്റി എന്ന് പറയുന്നത് അവിടെ യൂണിറ്റ് എന്തായിരുന്നു, ഗ്രാം പെർ ലിറ്റർ ആണ്. ആക്ച്വലി ഗ്രാം പെർ ലിറ്റർ. അപ്പോൾ ഗ്രാം പെർ ലിറ്റർ ആണ്. പക്ഷെ ഇവിടെ നമ്മൾ ഓർത്തു വെക്കാം, ഈ മാസ് എടുക്കുന്നത് ഗ്രാമിലാണ്. ആക്ച്വലി മാസ് എടുക്കുന്നത് ഗ്രാമിലാണ്, കിലോഗ്രാമിലല്ല. അത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി, അല്ലെങ്കിൽ കൺഫ്യൂഷൻ വരും. അപ്പോൾ മാസ് ഗ്രാമിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ വോളിയം കിട്ടുന്ന ml ആയിരിക്കും കേട്ടോ. വോളിയം കിട്ടുന്ന ml ഓർ cm³ എന്ന് പറയുന്ന വാല്യൂലായിരിക്കും. ചില ബുക്കുകളിൽ വേറെ സ്ഥലത്തൊക്കെ cm³ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഡൗട്ട് വരരുത്. ഇതുപോലെ തന്നെ കറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, ദെൻ റെഡിമെയ്ഡ് ഇക്വേഷൻ ഇങ്ങനെയും വരും കേട്ടോ. 10D ഇത് മാസ് പെർസെന്റേജ് തന്നു കഴിഞ്ഞിട്ടുള്ള റിലേഷൻ ആണ് കേട്ടോ. ശ്രദ്ധിക്കുക, മാസ് പെർസെന്റേജ് തന്നിട്ട് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ കേട്ടോ ഓർത്ത് നോക്കുക, W2/m2 × 10D എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ, ദെൻ ഒരു ക്വസ്റ്റ്യൻ കൂടി. അയ്യോ, അയാൾ പറഞ്ഞിപ്പിച്ചില്ലല്ലോ. ഓർത്ത് നോക്കാം, വിടാം. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് അടുത്തതിൽ നോക്കാം. ഇയാളും കൂടി പറയിപ്പിച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, വേമ്പ 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 അല്ലെങ്കിൽ നമ്മുടെ ടീമിന്റെ ഭാഗമാവും. Molarity is equal to number of mass okay. Number of moles of a solution solute by number of moles of solute by sir ഒരു മിനിറ്റ് പറയാൻ. Okay, molarity is equal to number of moles in solute by volume of a solution in liter. M is equal to W2/m2 into 1000 by V. Then molality is equal to number of moles in solute by mass of solvent in kilogram. M is equal to W2/m2 into 1000 by W1. Mole fraction chi A is equal to Na by Na plus Nb. Then chi B is equal to Nb by Nb plus Na. Chi A plus chi B is equal to 1. Mass percentage is equal to solute by solution into 100. Then textbook ലാസ്റ്റത്തെ 3 ക്വസ്റ്റ്യൻ ആണ് ഏറ്റവും ടഫസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. ഓർത്ത് നോക്കാം, നിങ്ങൾ ലാസ്റ്റ് 3 എക്സസൈസിലെ ലാസ്റ്റ് 3 ക്വസ്റ്റ്യൻസ് കേട്ടോ ഓർത്ത് നോക്കാം. അത് ടഫസ്റ്റ് ആണ്. അപ്പൊ അതിൽ ലാസ്റ്റ് 3 എന്തായാലും ഞാൻ ഇവിടെ ഒന്ന് ചെയ്യും. നിങ്ങൾ വായിച്ചൊക്കെ നോക്കി കേട്ടോ മനസ്സിലാക്കാൻ പറ്റുമോ നോക്കുക. അപ്പൊ ഈ ക്വസ്റ്റിന്റെ സ്ട്രെങ്ത് വരുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചേക്കുന്ന എംപിരിക്കൽ ഫോർമുല, മോൾ, സ്റ്റോഷിയോമെട്രി, ഇത് എല്ലാം കൂടി മിക്സ് ചെയ്യും എന്നിട്ട് ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഏറ്റവും ടോപ്പ്. അപ്പൊ പഠിച്ചിട്ട് വരും കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ റിവിഷൻ തന്നെയാണ്. ഒരു ചാപ്റ്റർ ഒന്ന് തുടങ്ങി വെക്കും, അടുത്ത ചാപ്റ്റർ. അത് കഴിഞ്ഞിട്ടുള്ള ക്ലാസ്സിൽ എന്തായാലും ഒരു ക്ലാസ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തായാലും എക്സാം ആയിരിക്കും കേട്ടോ. ഓക്കെ, ഇന്ന് 1.12 ഹോംവർക്ക് തന്നേക്കാം. 1.12 ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ, ഇവിടെ ഓഫ്ലൈനിലുള്ള ആൾക്കാർ ഹോംവർക്ക് എന്ന് പറഞ്ഞ് ഹാൻഡ് റൈസ് ചെയ്യണം കേട്ടോ. അതുകൊണ്ടാണ് തരുന്നത്. 1.12 എക്സസൈസ് ആണ് കേട്ടോ. 1.12 ഇനിയും വേണമെന്നാണ് പറഞ്ഞോണ്ടിരിക്കുന്നത്. തരാം കേട്ടോ. 1.12 ദെൻ ഒരു ക്വസ്റ്റ്യൻ കൂടി ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന തരം എന്നിട്ട് വിടാം. 1.29 1.29 1.29 1.29 1.25 1.25 ഓക്കെ, ഇതില് 1.12 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ കേട്ടോ ഓർത്ത് നോക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് വായിക്കാം, ട്രൈ ചെയ്യാം കേട്ടോ ഓർത്ത് നോക്കാം. എന്നാലേ നിങ്ങൾ വായിക്കുള്ളൂ കേട്ടോ ഓർത്ത് നോക്കാം. ഇഫ് ദ ഡെൻസിറ്റി ഓഫ് മെത്തനോൾ കേട്ടോ, 2 മിനിറ്റ് കൂടി എടുക്കുള്ളൂ. ഇഫ് ദ ഡെൻസിറ്റി ഓഫ് മെത്തനോൾ ഈ 0.793 കിലോഗ്രാം പെർ ലിറ്റർ. ഇവിടെ ശ്രദ്ധിക്കാം കേട്ടോ ഓർത്ത് നോക്കാം. നേരത്തെ ജൂലി ചോദിച്ച പോലെ കണ്ടോ, അവിടെ കിലോഗ്രാം പെർ ലിറ്റർ. നേരത്തെ ഡെൻസിറ്റി അവർ തന്നപ്പോ എന്തായിരുന്നു നോക്കിയാൽ ഗ്രാം പെർ ലിറ്റർ കണ്ടോ ഓർത്ത് നോക്കാം, ഗ്രാം പെർ ലിറ്റർ. ഇവിടെ അവന്മാര് മാറ്റി പിടിച്ചു, ഇവിടെ കിലോഗ്രാം പെർ ലിറ്റർ. ഇതായിരുന്നു വെച്ചെങ്കിൽ മോൻ പറഞ്ഞ പോലെ ചെയ്യേണ്ടി വന്നാനെ. ഞാൻ
ഗ്രാമിന് മറ്റേ 100 ഗ്രാമില്ലേ 100 ഗ്രാമിനെയും കിലോഗ്രാമിലേക്ക് ആക്കും, എന്നിട്ട് ഡെൻസിറ്റി കൊടുക്കേണ്ടി വന്നാൽ കേട്ടോ. ഓക്കെ, മറ്റേതിൽ ഗ്രാം പെർ ലിറ്റർ. അപ്പൊ ഗ്രാം പെർ ലിറ്റർ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും അല്ലെ, CM ആണെന്ന് ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്നത് ML ആണെന്ന് പറഞ്ഞു. ഇവിടെ കണ്ടോ കിലോഗ്രാം പെർ ലിറ്റർ കേട്ടോ, അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ കിലോഗ്രാം പെർ ലിറ്റർ എന്ന് പറയുന്ന സംഭവത്തിലാണ് തന്നേക്കുന്നത്. വാട്ട് ഈസ് ഇറ്റ്സ് വോളിയം നീഡഡ് ഫോർ മേക്കിംഗ് 2.5 ലിറ്റർ ഓഫ് 0.25 മോളാർ സൊല്യൂഷൻ? What is the volume needed for making 2.5 liter of its 0.25 molar solution? Molarity തന്നു, then 2.5 ലിറ്റർ തന്നിട്ടുണ്ട്. പിന്നെ വാട്ട് ഈസ് ദ വോളിയം നീഡഡ്? എന്താ അങ്ങനെ പരിപാടി? വോളിയം തന്നിട്ടില്ലേ? ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നിട്ടില്ലേ? 2.5 ലിറ്റർ തന്നിട്ടില്ലേ? പിന്നെ 0.25 മൊളാരിറ്റി തന്നു. എന്നിട്ട് വാട്ട് ഈസ് ദ വോളിയം എന്ന് പറഞ്ഞു ചോദിച്ചാൽ എന്താ? വോളിയം തന്നിട്ടില്ലേ? അത് തന്നെയാണ് തന്നേക്കുന്നത് 2.5. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ വായിക്കേണ്ട മീനിങ് ഇങ്ങനെയല്ല, അവർ തന്നേക്കുന്നതിന്റെ മീനിങ് ഇത്രയേ ഉള്ളൂ. ഈ ക്വസ്റ്റ്യൻ എന്താ സംഭവിക്കണമെന്ന് ആദ്യം പറഞ്ഞുതരാം. ദേ ഇവിടെ ഒരു ബീക്കറിൽ വാട്ടർ എടുത്ത് വെച്ചേക്കാണ്, വാട്ടർ ഒഴിച്ചേക്കാം. മോന്റെ പേരെന്തായിരുന്നു? വാട്ടർ എടുത്തു വെച്ച് ഞാനൊരു സോൾട്ട് മിക്സ് ചെയ്ത് പോയിരിക്കുന്നു. ഈ ക്വസ്റ്റ്യൻ മനസ്സിലാവണമെങ്കിൽ പറയാണ്. സോൾട്ട് മിക്സ് ചെയ്തു, വാട്ടർ ഫില്ല് ചെയ്തു, അതാണ് 2.5 ലിറ്റർ. 2.5 ലിറ്ററിൽ സോൾട്ട് വാട്ടർ ഒക്കെ നല്ല അതായിട്ട് ഫിക്സ് ചെയ്ത് ഇവിടെ എടുത്ത് വെച്ചു കേട്ടോ, ഓർത്ത് നോക്കാം. എന്നിട്ട് ഞാൻ അപ്പുറത്തോട്ട് പോയി. ജെയിംസിനെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടില്ല. ജെയിംസ് അവിടെ ഇരിക്കുന്ന വെള്ളം എടുത്തിട്ട് ഇതിലോട്ട് ഒഴിച്ചു. മനസ്സിലായി? വെള്ളം ഒഴിച്ചു. വന്നു കഴിഞ്ഞ സമയത്ത് എന്തായത്? വോളിയം അല്ലേ, വ്യത്യാസം വരൂലേ, കൂടിയില്ലേ? അതാണ് ചോദിക്കണത്. അപ്പോ ഓർത്ത് വെക്കാം, വോളിയം അവിടെ തന്നിട്ടുണ്ട് 2.5. അപ്പൊ ഇതിന് വരുമ്പോൾ ഇക്വേഷൻ ഒന്ന് മാറും. M1V1 = M2V2. ഇക്വേഷൻ എന്താ? M1V1 = M2V2. ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടോ? ഇല്ല. പക്ഷെ നമുക്ക് ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിൽ ബാക്കിലേക്ക് ചോദിക്കും. അപ്പോൾ ഇക്വേഷൻ അങ്ങനെ മാറിക്കഴിഞ്ഞാൽ റെഡിമെയ്ഡ് ഇക്വേഷൻ ആണ്, എളുപ്പമുള്ള ഇക്വേഷൻ ആണ്. എന്താണ്? M1V1 = M2V2. അപ്പോൾ ഹോംവർക്ക് നിങ്ങൾ ഇത് വായിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് എവിടെ നിങ്ങളൊക്കെ വന്നാലും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും കേട്ടോ. ഓർത്ത് അടുത്ത ക്ലാസ്സിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്യും. നിങ്ങൾ ഇത്രയും ക്വസ്റ്റ്യൻസ് വായിക്കുക, ചെയ്യാൻ പറ്റാവുന്നതാണെങ്കിൽ എന്ത് ചെയ്യണം കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് അതിൽ ചെയ്യുക. അതില് നേരത്തെ പറഞ്ഞ പോലെ കിലോഗ്രാം പെർ ലിറ്റർ അല്ലേ എന്നേക്കുന്നേ, അതിനെ നമ്മൾ ഗ്രാം പെർ ലിറ്റർ ആക്കുമ്പോൾ എന്തായിരിക്കും? ഇത് തന്നേക്കുന്നത് 0.793 കിലോഗ്രാം ആണ്. അതിന് ഗ്രാമിലേക്ക് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇൻറ്റു 1000. അപ്പൊ എത്ര വരും? 793 ഗ്രാം പെർ ലിറ്റർ. ഗ്രാമിന് മോൾ പെർ ലിറ്റർ ആയ മൊളാരിറ്റി ആയി. ഗ്രാമിന് എന്താക്കണം? മോൾ പെർ ലിറ്റർ. ഗ്രാമിന് എങ്ങനെയാ മോൾ ആക്കുന്നത്? മോളിന്റെ ഇക്വേഷൻ എന്താ? ഇല്ല, മോളിന്റെ ഇക്വേഷൻ മാസ് തന്നിട്ടുള്ള ഇക്വേഷൻ, മാസ് ബൈ ആറ്റമിക് മാസ്. അപ്പൊ അത് ചെയ്യും. അപ്പൊ 793 ഡിവൈഡഡ് ബൈ അതിന്റെ മോളിക്കുലർ മാസ് എന്തായിരുന്നു വന്നേക്കുന്നത്? മെത്തനോൾ. മെത്തനോളിന്റെ ഫോർമുല എന്താ? അറിയില്ലെങ്കിൽ അതും പോയി. മെത്തനോൾ 10th പഠിച്ചാണ്. CH3OH. കണ്ടോ, അത് കിട്ടിയില്ലെങ്കിൽ അതും പോയി. അതാണ് പ്രശ്നം. അപ്പൊ എവിടെയെങ്കിലും പറഞ്ഞ എനിക്ക് എല്ലാം ചെയ്യാൻ അറിയാം, മെത്തനോളിന്റെ ഫോർമുല അറിയില്ല, അപ്പോ മെത്തനോളിന്റെ ഫോർമുല അറിയണം. CH3OH അതിന്റെ മോളിക്കുലർ മാസ് കണ്ടെത്തി അതിനോട് ഡിവൈഡ് ചെയ്താൽ മോൾ പെർ ലിറ്റർ. അപ്പൊ M1 കിട്ടും. ദെൻ M2 ക്വസ്റ്റ്യൻ മാർക്ക് ഇടും. ദെൻ എന്തൊക്കെ തന്നിട്ടുണ്ട് അവിടെ? M2ഉം V2ഉം തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ V കണ്ടെത്തും കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോൾ M1 എന്ന് പറയുന്നത് ഇപ്പൊ ഈ ചെയ്യുന്ന ഇതിൽ നിന്ന് കിട്ടും മോൾ പെർ ലിറ്റർ. അടുത്ത ക്ലാസ്സിൽ ചെയ്യും. അപ്പൊ ഞാൻ പറഞ്ഞു ഇത്രേ ഉള്ളൂ. ഈ മറ്റേ ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടി ചെയ്യാൻ എളുപ്പമായിരിക്കും, അത് തനിയെ ചെയ്യാം. നോക്കുക, ഈ ക്വസ്റ്റ്യൻ അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇൻ കേസ് കേട്ടോ, ഓർത്ത് നോക്കാം. ഇപ്പൊ ജെയിംസിനെ അറിയാമെന്ന് പറഞ്ഞു, അപ്പൊ ചെയ്തോട്ടെ അല്ലേ. അപ്പോൾ വന്നിട്ട് അല്ലെ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിട്ട് വരും കേട്ടോ. കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ളതാണ്, നിങ്ങൾക്ക് ചോദിക്കുമ്പോൾ കിട്ടണം. വൈൻഡ് അപ്പ് ചോദിച്ചോ. ഒരു മിനിറ്റ് കേട്ടോ, ഒരു മിനിറ്റ്.